ഈ മൊമെൻ്റ് ഇന്ത്യയിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനവും അതുവഴി ഇന്ത്യൻ ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പെന്നാണ്. അതിനേക്കാൾ കവിഞ്ഞെന്തെങ്കിലും പ്രാധാന്യം മാർക്സിസ്റ്റുകൾക്കും അംബേദ്കറേറ്റുകൾക്കും ഇടയിലുള്ള തർക്കത്തിനുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ചമൂല്യം കവർന്നെടുക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ അവബോധ നിർമ്മിതിയുടെ മതാത്മക രൂപമാണ് ജാതി. സാമൂഹ്യ വ്യവസ്ഥയെ അദ്ദേഹം മനോഹരമായി പണിതീർത്തൊരു വീടാണ് എന്ന് പറയുകയും എല്ലാ നിലയും മനോഹരമാണ്, പക്ഷെ ആകെ ഒരു പ്രശ്നം, ഒരു നിലയിൽ നിന്ന് മറ്റേ നിലയിലേക്ക് ഒരു നിലയ്ക്കും പോകാൻ പറ്റില്ല. നിങ്ങളൊരു നിലയിൽ പെട്ടാൽ പെട്ടു. ഇതാണ് ജാതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ തൊഴിൽ വിഭജനവും തൊഴിലാളികളുടെ വിഭജനവും എന്ന ഡിസ്റ്റിങ്ഷൻ. ഇത് ഇന്ത്യൻ സമൂഹത്തെ വിലയിരുത്തുമ്പോൾ ഈ ജാതി ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിമോചന കാര്യപരിപാടി വികസിപ്പിക്കാൻ വേണ്ട അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്. വർഗമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അപകടമാണ് വർഗമേ ഇല്ല എന്ന വാദവും ഇതിൻ്റെ മറുപുറം മാത്രമാണ്. ഞാനത് അമേരിക്കൻ റവല്യൂഷനെ മുൻനിർത്തി അബ്രഹാം ലിങ്കൺ അയച്ച കത്തിലും മാർക്സ് പറയുന്നത്, നിങ്ങളുടെ അടിമകളുടെ വിമോചനം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ പ്രാഥമിക ഉപാധി. അടിമകളുടെ വിമോചനത്തെ ലക്ഷ്യം വെക്കാത്ത ഒരു തൊഴിലാളി വർഗ വിമോചനവും സാധ്യമാവില്ല. അതിൻ്റെ തുടർച്ചയിലാണ് മാർക്സ് പറയുന്നത്, കറുത്ത തൊലിയിൽ അധ്വാനം ബന്ധിതമാണെങ്കിൽ വെളുത്ത തൊലിയിൽ അധ്വാനം വിമോചിതാവില്ല. കേരളത്തിലെ ജാതിബന്ധങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ എൻ്റെ ഒരു നോട്ടത്തിൽ വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ ചരിത്രപരമായി കൊണ്ടുവന്നത് EMS ആണ്. EMSൻ്റെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് പറയുന്ന സങ്കല്പനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും ഒന്നിനെ ഒറ്റ തിരിഞ്ഞൊരു ഘടകമായിട്ടല്ല EMS കാണുന്നത്. EMS പറയുന്നത് സാമൂഹ്യമായി ജാതി, സാമ്പത്തികമായിട്ട് ജന്മി, ഭരണപരമായി നാടുവാഴിത്തം, ഇത് മൂന്നും ചേർന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് പോലെയാണ് മധ്യകാല കേരളം നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ PP ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. അക്കാദമിക ലോകത്ത് മാത്രം നിലനിൽക്കുന്ന ചില സംവാദങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടനയ്ക്ക് രൂപം നൽകുന്ന സംവാദങ്ങളുമുണ്ട്. അത്തരമൊരു ചോദ്യത്തിലൂടെയാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അസമത്വത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് വർഗഭേദമാണോ അതോ ജാതിഭേദമാണോ? ഒരു നൂറ്റാണ്ടിലേറെയായി ശക്തമായ രണ്ട് പക്ഷങ്ങൾ ഇതിനുത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. വർഗബന്ധങ്ങളിലൂടെ ചൂഷണ വ്യവസ്ഥിതിയെ മനസ്സിലാക്കാനാണ് കാറൽ മാർക്സ് നമ്മളെ പഠിപ്പിച്ചത്. ഉടമകൾ ആരാണ്? പണിയെടുക്കുന്നത് ആരാണ്? ആർക്കാണ് ലാഭം കൊയ്യാൻ കഴിയുന്നത്? അംബേദ്കർ ആകട്ടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് ഇന്ത്യയിലെ അസമത്വം കേവലം സാമ്പത്തികമല്ല എന്നാണ്. അത് ശ്രേണീകൃതമാണ്, പാരമ്പര്യത്തിലൂടെ വന്നു ചേരുന്നതാണ്, ജാതി വ്യവസ്ഥയിലൂടെ സാമൂഹികമായി നിലനിന്നു പോരുന്നതാണ്. ചൂഷണത്തിൻ്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വർഗവിശകലനത്തിലൂടെ വ്യക്തമാകുമെങ്കിൽ അതിലെ ശ്രേണീകൃതമായ സാമൂഹിക സംവിധാനത്തെ വിശകലനം ചെയ്യുന്നത് ജാതി സംവിധാനത്തെ പഠിക്കുന്നതിലൂടെയാണ്. ഈ രണ്ട് വിശകലനങ്ങളും ഒത്തുപോകുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മുതലാളിത്ത ലോകത്തും ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വർഗസമര പ്രസ്ഥാനങ്ങൾ ജാതിയെ മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് വിമോചനധാരകൾക്കും ഒന്നിനൊന്നോട് കീഴ്പ്പെടാതെ തന്നെ സംവദിക്കുവാനും ചേർന്ന് പ്രവർത്തിക്കുവാനും കഴിയുമോ? ജസ്റ്റ് റൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ സുനിൽ P. ഇളയിടമാണ്. എളുപ്പത്തിൽ ഉത്തരങ്ങൾ സാധ്യമാകുന്ന സംവാദമല്ലിത്. പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച്, സമ്പദ്ഘടനയെയും സമൂഹത്തെയും കുറിച്ച്, നീതിക്ക് വേണ്ടിയുള്ള രണ്ട് ദർശനങ്ങളെക്കുറിച്ച്. സംവാദത്തിൻ്റെ ആത്മാവായി ഇപ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. നീൽ സലാം, ലാൽ സലാം എന്നത് അർത്ഥപൂർണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ ഒത്തുചേരലാണോ അതോ കേവലം ഒരു മരീചിക മാത്രമാണോ? നമുക്ക് ആരംഭിക്കാം. സ്വാഗതം ശ്രീ സുനിൽ P. ഇളയിടം.
നമസ്കാരം. നമ്മൾ അംബേദ്കറെയും മാർക്സിനെയും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മൗലികമായ പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വർഗവും ജാതിയും ഇതിലേതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകം? ജാതി എന്ന് പറഞ്ഞാൽ വർഗത്തിൻ്റെ മറ്റൊരു രൂപമാണോ? അതെയോ ജാതി മനസ്സിലാക്കാതെ, ജാതിയെ പ്രാഥമികമായ ഘടകമായി മനസ്സിലാക്കാതിരുന്നാൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുമോ എന്നതാണ് ചോദ്യം. ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജാതി വർഗം എന്നതിനെ വിപരീത ദ്വന്ദ്വങ്ങൾ എന്ന പോലെ പരിഗണിക്കുന്ന ഒരു വിചാര രീതിയാണ്. ഞാൻ കരുതുന്ന അടിസ്ഥാനപരമായി ഒരു ദ്വന്ദ്വാദത്തിൻ്റെ രീതിയാണ്, വൈരുദ്ധ്യാത്മക വിചിന്തനത്തിൻ്റെ രീതിയല്ല. ദ്വന്ദ്വാത്മകം എന്ന് ഞാൻ പറയുന്നത് അന്യോന്യം കൈയൊഴിയുന്ന വ്യത്യസ്ത ഗണങ്ങളെ സങ്കല്പിക്കുകയും അവയെ മുൻനിർത്തി യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു വിചാരക്രമം ആധുനികതയോടൊപ്പം വികസിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആത്മാവ്, ശരീരം, വികാരം, വിചാരം, കിഴക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ ധാരാളം വിരുദ്ധ ദ്വന്ദ്വങ്ങൾ നമ്മുടെ ആധുനികമായ വിചാര ക്രമത്തിനകത്തുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ഈ ജാതി വർഗം എന്ന് പറയുന്ന ഒന്ന്, ആ വിരുദ്ധ കൽപ്പന. ഒന്നാമത്തെ കാര്യം, വർഗം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ചർച്ചകൾ നോക്കിയാൽ മാർക്സ് വർഗം എന്നതിനെ മുൻകൂറായി നിർവചിക്കുന്നില്ല. നിങ്ങൾ മൂലധനമോ മാർക്സിൻ്റെ ഏതെങ്കിലും എല്ലാ കൃതികളും എടുത്ത് പരിശോധിച്ചാൽ എന്താണ് വർഗം? മൂലധനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ 3-ാം വോള്യത്തിൻ്റെ അവസാനത്തെ അധ്യായം വർഗം എന്നൊരു ശീർഷകത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ അത് അപൂർണമാണ്. തുടങ്ങി മാർക്സ് ചില സജഷൻസ് വയ്ക്കുന്നു, ആ സജഷൻസിലെ പോരായ്മകളെക്കുറിച്ച് പറയുന്നു. ആ ചർച്ച അവിടെ അപൂർണമായിട്ട് അവസാനിക്കുകയാണ്. വർഗത്തെക്കുറിച്ചുള്ള മാർക്സിൻ്റെയും അതുപോലെ ലെനിൻ്റെയും ഒക്കെ ചർച്ചകൾ നോക്കിയാൽ ഒരു സാമൂഹ്യ പ്രക്രിയക്കകത്ത് വികസിച്ച് വരുന്ന ഒന്നായിട്ടാണ് വർഗത്തെ കാണുക. അതായത് അതിൻ്റെ മറുപുറത്തുള്ള എതിർവർഗം ഏതാണ്, ആ എതിർവർഗത്തിൻ്റെ സ്വഭാവക്രമങ്ങൾ എന്താണ്, അതിനെ മുൻനിർത്തിയാണ് നിങ്ങൾക്കൊരു മൂർത്തമായ സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് വർഗത്തെ മനസ്സിലാക്കാൻ പറ്റുക. അതായത് ഒരു പ്രക്രിയയ്ക്കുള്ളിലാണ് വർഗം നിലവിൽ വരുന്നത്. മുൻകൂറായി നൽകപ്പെട്ട സത്താപരമായ ഒന്നായിട്ടല്ല വർഗത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഞാൻ പറയുന്നത് വൈരുദ്ധ്യാത്മക വിചിന്തനത്തിൻ്റെ അടിസ്ഥാന രീതി അതാണ്. അതിനു പകരം ഇത് വർഗം, ഇത് ജാതി എന്നിങ്ങനെ വിരുദ്ധ ഗണങ്ങളാക്കുന്നതോടെ വാസ്തവത്തിൽ വൈരുദ്ധ്യാത്മക വിചിന്തനത്തിനു പകരം നമ്മളൊരു ദ്വന്ദ്വാത്മക യുക്തിയിലേക്ക് പോയി വീഴുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ജാതി എന്ന് പറയുന്നത് വർഗബന്ധങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന, അതിൻ്റെ അർത്ഥം വർഗബന്ധം തന്നെയാണ് ജാതി എന്നല്ല. പക്ഷേ ഏതെങ്കിലും ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് സത്താപരമായ ഒരൊറ്റ ഘടകത്തിലേക്ക് ചുരുക്കാനൊന്നും കഴിയില്ല. വർഗം ജാതി ബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിശ്ചയമായും ജാതിയിൽ പാട്രിയാർക്കി പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ജാതിയിൽ സംശയരഹിതമായിട്ടും ബ്രാഹ്മണ്യത്തിൻ്റെ ആശയവ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള സൂക്ഷ്മബന്ധം എന്ത് എന്ന് മനസ്സിലാക്കലാണ് പ്രധാനം. അല്ലാതെ വർഗമാണോ ജാതിയാണോ എന്ന മട്ടിലുള്ള ഒരു താർക്കിക ആലോചന കൊണ്ട് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നാലെ കൂടുതൽ പറയാം. ഇപ്പോൾ മാഷ് പറയുന്നത് ജാതി വർഗത്തിൽ നിന്ന് വിഭിന്നമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബന്ധമാണ്, ഈ ഉൽപ്പാദന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു സംഗതി കൂടിയാണ്. അതൊരു ഓട്ടോണമസ് ആയിട്ട് നമ്മളതിനെ കാണാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാലക്രമേണ ഈ ജാതി എന്ന് പറയുന്ന സംഗതി വർഗബോധത്തിനൊപ്പം ലയിച്ചു ചേരേണ്ടതോ അല്ലെങ്കിൽ സാമൂഹ്യ ക്രമത്തിൽ അത് ഇല്ലാതായി വരുന്നോ ഒരു പ്രതിഭാസമാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ജാതിയെ സംബന്ധിച്ച് ജാതി വർഗം തന്നെയാണെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് ജാതിയിൽ വർഗബന്ധങ്ങൾ നിലീനമായിട്ടുണ്ട് എന്ന് പറയാണ്. എന്താണ് വർഗബന്ധം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന വ്യവസ്ഥയ്ക്കകത്ത് ഒരു വ്യക്തിക്കോ ഒരു കൂട്ടായ്മയ്ക്കോ ഉള്ള സവിശേഷ സ്ഥാനം, ആ ഉൽപ്പാദന വ്യവസ്ഥയിൽ അയാളെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏറ്റവും പ്രാഥമികമായ അർത്ഥത്തിൽ വർഗപരമായ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ കൊസാംബി വർഗത്തെക്കുറിച്ച് പറയുന്ന, ഇപ്പോൾ മാർക്സിസ്റ്റ് വിചിന്തനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മമായിട്ട് ജാതി എന്ന പ്രശ്നത്തെ വിശദീകരിക്കുന്നത് കൊസാംബിയാണ് എൻ്റെ നോട്ടത്തിൽ.
കൊസാംബി അദ്ദേഹം 1950 അവസാനവും ഇൻഡോ സോവിയറ്റ് ജേണലിൽ എഴുതുന്ന സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രബന്ധത്തിലാണ് അദ്ദേഹം ഈ ജാതിയെ വർഗപരമായൊരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കുന്നത്. അവിടെ അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ചമൂല്യം കവർന്നെടുക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ അവബോധ നിർമ്മിതിയുടെ മതാത്മക രൂപമാണ് ജാതി. 3 ഘടകങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നു. ഒന്ന്, സാമാന്യേന ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം മതി. അടിമവ്യവസ്ഥ അടക്കമുള്ള മറ്റെല്ലാ സംവിധാനങ്ങളെക്കാളും ഇതൊരു സോഷ്യലി സാങ്ഷൻഡ് ആയ ഒരു സിസ്റ്റമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ബലപ്രയോഗം കുറയാൻ കാരണം. 2, മിച്ചമൂല്യം കവർന്നെടുക്കൽ തന്നെയാണ്. തൊഴിലാളിയുടെ അധ്വാനത്തിൽ നിന്ന് അധ്വാന ഫലം കവർന്നെടുത്ത് ധമ്പത്താക്കി മാറ്റുക എന്ന പ്രക്രിയ അനിവാര്യമായും ജാതിബന്ധങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം അതൊരു സാമൂഹ്യ അവബോധ നിർമ്മാണമാണ്, ഒപ്പം തന്നെ അത് മതാത്മക മാനമുള്ളതുമാണ്. ഈ 4 ഘടകങ്ങൾ കെട്ടുപണയുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കൊസാംബി ജാതിയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഒരു ആലോചനയുടെ പരിമിതി എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു പ്രിമിറ്റീവായ ഉൽപാദന സംവിധാനത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ് ജാതി എന്ന മട്ടിൽ ഉപരിഘടനാപരമായ ഒരു പ്രതിഭാസം, ഒരു ഉപപ്രതിഭാസം എന്ന നിലയിലൊക്കെ ജാതിയെക്കുറിച്ചുള്ള ആലോചനകൾ ആദ്യകാല മാർക്സിസ്റ്റുകൾ ചിലപ്പോഴൊക്കെ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാടുവാഴ്ത്ത അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജാതി അവസാനിക്കും, മുതൽ ആധുനികത വരുമ്പോൾ വർഗം പൊക്കോളും, വ്യവസായം വരുമ്പോൾ വർഗം പോകും എന്നൊക്കെ അന്ന് പലരും കരുതിയിരുന്നു. ഞാനൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഇപ്പോൾ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ആധുനിക വിദ്യാഭ്യാസവും വന്നാൽ ജാതിബന്ധങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയുന്ന ഒരളവ് വരെ അംബേദ്കറും കരുതിയിരുന്നു. അത് സാധ്യമാകില്ല എന്നുള്ളത് അദ്ദേഹം പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആദ്യകാല വീക്ഷണങ്ങളിൽ കൃത്യം ഇങ്ങനെയല്ല, പക്ഷേ ഈ ഒരു ഊന്നൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സാമ്പ്രദായിക മാർക്സിസ്റ്റ് ചിന്തകളിലും മാർക്സിസ്റ്റ് രാഷ്ട്രീയ പദ്ധതിയിലും ഈ ജാതിയെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒരളവോളം ശരിയാണ്. അതായത് ഇന്ത്യൻ സമൂഹത്തെ വിലയിരുത്തുമ്പോൾ ഒരു അടിസ്ഥാന വർഗവിഭാഗം എന്ന നിലയിൽ ജാതിബന്ധങ്ങളെ, വർഗഘടന എന്ന നിലയിൽ ജാതിബന്ധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക, പ്രതിരോധ വിമോചന കാര്യപരിപാടി വികസിപ്പിക്കാൻ വേണ്ട അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജാതിയെ മാത്രം മുൻനിർത്തുന്ന ഒരു കാര്യപരിപാടിക്ക് ഇതിന് പറ്റുകയുമില്ല. ഞാൻ പറയണത്, ഈ വിമർശനം അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെ മറുഭാഗത്തെത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. വർഗപരമായ ചൂഷണങ്ങളോ വർഗപരമായ ഘടകങ്ങളോ ഒന്നുമില്ല. കേവലമായ ജാതി സ്വത്വം മാത്രമാണ് വിശകലനത്തിൻ്റെ ഏകഗണമായി സ്വീകരിക്കേണ്ടത് എന്നുള്ള വാദവും ശരിയല്ല. അതേസമയം ഇതൊരു പ്രധാന പോയിൻ്റാണ്. അതായത് ജാതിക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു അതിവർത്തന ശേഷിയുണ്ട്. ആൽത്യൂസറൊക്കെ പറയുന്ന ഈ അതിനിർണയനം എന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ. അതായത് അന്തിമമായ നിർണയന ശേഷി ഉൽപാദന വ്യവസ്ഥയ്ക്കാണെങ്കിലും ചിലപ്പോൾ സവിശേഷമായ ഘടകങ്ങൾക്ക് ഈ ഉൽപാദന വ്യവസ്ഥയെ മറികടക്കുന്ന നിർണായകത്വം കൈവരാമെന്ന് ആൽത്യൂസറൊക്കെ പറയുന്നു. സ്വയം പുനരുൽപാദിപ്പിക്കാനും നിലനിർത്താനും കഴിയുന്ന, ഒപ്പം തന്നെ ഇപ്പോൾ മധ്യകാല ഇംഗ്ലണ്ടിനെ കുറിച്ചും മധ്യകാല യൂറോപ്പിനെ കുറിച്ചും എഴുതുന്ന സമയത്ത് എംഗൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഉൽപാദന വ്യവസ്ഥയെ നിർണ്ണയിക്കാനായിട്ട് മതത്തിന് കഴിഞ്ഞിരുന്നു. അതായത് മതബോധം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് സാംസ്കാരിക ഉപരിഘടനയാണല്ലോ, സൂപ്പർ സ്ട്രക്ചറാണ്. പക്ഷേ ഈ സൂപ്പർ സ്ട്രക്ചർ ചില ഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായ ഉൽപാദന വ്യവസ്ഥാപരമായി ഇടപെടും. അതുകൊണ്ടാണ് വർഗത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇതിനെ എസെൻഷ്യലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത്. സോഷ്യൽ റിലേഷൻ്റെ മൂർത്തതയ്ക്കകത്ത് വെച്ച് കാണണം. കേരളത്തിലെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാല CPIയുടെ ആദ്യകാല ചില രേഖകളിൽ തൊഴിലാളി വർഗത്തിനിടയ്ക്കുള്ള ജാതിപരമായ തൊഴിൽ വിഭജനം ഭൂപരിഷ്കരണത്തിന് ശേഷം ഒരു പ്രശ്നമായിട്ട് കടന്നു വന്നേക്കാം എന്നുള്ള ഒരു ചിന്ത ഒരു പേപ്പറിൽ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് ആ അർത്ഥത്തിൽ വിലയിരുത്തുകയോ അതിനെ സൈദ്ധാന്തികമായി അതിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, അതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ജാതിബന്ധങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ എൻ്റെ ഒരു നോട്ടത്തിൽ വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ
ചരിത്രപരമായി കൊണ്ടുവന്നത് EMS ആണ്. EMSൻ്റെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് പറയുന്ന സങ്കല്പനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും ഒന്നിനെ ഒറ്റ തിരിഞ്ഞൊരു ഘടകമായിട്ടല്ല EMS കാണുന്നത്. EMS പറയുന്നത് സാമൂഹ്യമായി ജാതി, സാമ്പത്തികമായിട്ട് ജന്മി, ഭരണപരമായി നാടുവാഴിത്തം, ഇത് മൂന്നും ചേർന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് പോലെയാണ് മധ്യകാല കേരളം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം നമ്മൾ പിൽക്കാലത്ത് റദ്ദാക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടി നിൽക്കുന്ന, ഉദാഹരണത്തിന് ജന്മിത്വത്തെ റദ്ദാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായിട്ട് ജാതിയുള്ളതിനെ വേണ്ട പോലെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള, ഞാൻ കുറച്ച് ഫണ്ടമെൻ്റലായ ഒരു ഇഷ്യൂ പറയാം. അതായത് ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന ഒരാശയം വാസ്തവത്തിൽ ആശയവ്യവസ്ഥകൾ, പ്രത്യയശാസ്ത്രം, ഇതിൻ്റെയൊക്കെ ഭൗതിക ശേഷിയെ കുറച്ച് കാണുന്നതിലേക്ക് പലപ്പോഴും വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ EP തോംസൺ മറ്റേ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എഴുതുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഈ ക്ലാസ് എക്സ്പീരിയൻസും ക്ലാസ് കോൺഷ്യസ്നെസ്സും, വർഗ അനുഭവവും വർഗാവബോധവും. വർഗാനുഭവം എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥയ്ക്കകത്തുള്ള വളരെ മെറ്റീരിയലിസ്റ്റിക്കായ ഭൗതികമായ സ്ഥാനനിർണയം വഴി വരുന്നതാണ്. പക്ഷേ ഈ വർഗാനുഭവത്തെ വർഗാവബോധമാക്കുന്നത് സംസ്കാരത്തിൻ്റെ, ആശയങ്ങളുടെ, പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങളുടെ ഉള്ളിലാണ് അത് വർഗാവബോധമാകുന്നത്. അതായത് വർഗാനുഭവത്തിൽ നിന്ന് വർഗാവബോധത്തിലേക്കുള്ള മാറ്റത്തിൽ ഈ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക്കായി ഫങ്ഷൻ ചെയ്യും. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഘടന എന്ന് പറയുന്നത് ജാതിയാണ്. ബ്രാഹ്മണ്യം ഉണ്ടാക്കിയ ജാതിയുടെ വ്യവഹാരമാണ് നമ്മുടെ അനുഭവത്തിന് അവബോധ രൂപം നൽകുന്നത്. അപ്പോൾ ഈ അവബോധ മണ്ഡലത്തിലുള്ള ഇടപെടൽ അതുകൊണ്ട് അടിസ്ഥാന ഘടനയിലുള്ള ഇടപെടൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥാപരാണെന്ന് കരുതുകയും അവബോധം സ്വാഭാവികമായിട്ട് റിഫ്ലക്റ്റീവായി മാറി മാറി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവബോധത്തെ തിരുത്തുന്നതിന് വേണ്ട ആവശ്യമായത്രയും എന്താ പറയുക ഇടപെടലുണ്ടായില്ല. ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. EMSൻ്റെ ലേഖനങ്ങൾ 70കളിലുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. BTR എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ തകർക്കാതെ വർഗവിമോചനം സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇത് മാർസിൻ്റെ നിരീക്ഷണങ്ങൾ മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇപ്പോൾ കറുത്ത തൊലിയിൽ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിൽ അധ്വാനം വിമോചിതാവില്ല എന്നെങ്കിൽ, മാർസ് എബ്രഹാം ലിങ്കനൊക്കെ എഴുതുന്നുണ്ട് അമേരിക്കൻ ആഭ്യന്തര സമരത്തെ മുൻനിർത്തി. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും ബാധകമാണ്. പക്ഷേ ബാധകമാണ് എന്നല്ലാതെ ബാധകമാക്കുന്ന ഒരു വലിയ സമരപരിപാടി വികസിച്ച് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നില്ല എന്ന പ്രശ്നവും ഉണ്ട്. രണ്ടിപ്പോൾ മാർക്സിസം ആണെങ്കിലും അംബേദ്കറിൻ്റെ ആശയങ്ങളാണെങ്കിലും അടിസ്ഥാന വർഗത്തിൻ്റെ വിമോചനത്തെ ലക്ഷ്യം വയ്ക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ ദളിത് പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഇടതുപക്ഷത്തിന് വെളിയിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇടതുപക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ടാണോ, എന്താണ് അങ്ങനെ? അല്ല, അതിൽ നേരത്തെ പറഞ്ഞ ചരിത്രപരമായി പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ തീർത്തും ഇതില്ലായിരുന്നു എന്നും കരുതിക്കൂടാ. ഇപ്പോൾ അംബേദ്കർ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നത് 30കളുടെ പകുതിയിലാണല്ലോ. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ബോംബെയിലെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുമായിട്ട് വലിയ തോതിൽ സഹകരിക്കുകയും ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ ഒരു നേതാവായിട്ട് അംബേദ്കർ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ പറയുന്ന റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള ഡിബേറ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ആ സമയത്താണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി പിരിച്ചുവിട്ട് SCF പോകുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിലേക്ക്. കാരണം ഒരു ജാതി സ്വത്വത്തെ മുൻനിർത്തുന്ന ഒരു സംഘടന ആവശ്യമായി വരുന്നു ആ പശ്ചാത്തലത്തിൽ. കാരണം റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം വരുന്നു. അന്ന് വേറൊരു പ്രശ്നം വന്നത്, അംബേദ്കർ ഇങ്ങനെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുകയും വിശാലാർത്ഥത്തിൽ ഒരു ലെഫ്റ്റ് പൊസിഷനോട് ചേർന്ന് പോകുന്ന പല നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ILP ഉണ്ടായ സമയത്ത് അത് ഉണ്ടായ ദിവസം അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ വളരെ രസമുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, തെൽത്തുംദെ അതേക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്,
നിങ്ങൾ ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ലേബർ പാർട്ടി എന്ന ഒരു പേര് സ്വീകരിക്കുന്നത്? അതിന് അംബേദ്കറെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് എക്സ്പീരിയൻസ് ആണ്. അവിടെ ലേബർ പാർട്ടി ആണല്ലോ ഉള്ളത്. അവിടുത്തെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ലേബർ പാർട്ടി ആണല്ലോ. ആ ട്രഡീഷനിലായിരിക്കും അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹം അതല്ല മറുപടിയായിട്ട് പറഞ്ഞത് ലേബർ എന്ന വാക്ക് എല്ലാ തരത്തിലുള്ള മർദ്ദിതാവസ്ഥകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്കിൽ ഈ ജാതി മർദ്ദനവും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നൊരു നിരീക്ഷണമാണ് അദ്ദേഹം അന്ന് മുമ്പോട്ട് വെച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആവശ്യമായത്ര അളവിൽ ഈ ജാതി വിമോചനത്തിൻ്റെ അംശത്തെ ആ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് കൂട്ടിവിളക്കാനായിട്ട് ലെഫ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടത്ര കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം സാധുവാണ്. ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എംഫിൽ പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ തീസിസ് ഉണ്ട്. അതിനുശേഷം ജാതി തോട്ട്പാടക് മണ്ഡലിൻ്റെ അനാഹിലേഷൻ ഓഫ് കാസ്റ്റ് വരുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ജാതി എന്നതിനെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻ? എന്താ? അല്ല, അംബേദ്കർ ജാതിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ജാതി ഉൽപാദന അല്ലെങ്കിൽ തൊഴിൽ വിഭജനമാണ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തൊഴിൽ വിഭജനത്തോടൊപ്പം അംബേദ്കർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം തൊഴിലാളികളുടെ വിഭജനവുമാണ്. തൊഴിലിനെ വിഭജിക്കുക മാത്രമല്ല, പല തട്ടിൽ തൊഴിൽ വിഭജനം നടത്തുന്നു. ആ തൊഴിലിൽ ഏർപ്പെടുന്നവരെ പ്രത്യേകം കാറ്റഗറികളാക്കുന്നു എന്നിടത്ത് അവസാനിക്കുന്നില്ല. ഇവരെ തട്ടുതിരിഞ്ഞ ഒരു ശ്രേണീബന്ധമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? അതിൻ്റെ ഇംപ്ലിക്കേഷൻ വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ കേവലം തൊഴിലായിട്ടാണ് വിഭജിക്കപ്പെടുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയറാണ് ഒരു ചിത്രകാരനാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറാണ് ഒരു കച്ചവടക്കാരനാണ്, ഇത് പലതരം തൊഴിലുകളാണെന്ന് പറയാം. തൊഴിൽ വിഭജനം മാത്രമാണെങ്കിൽ നിങ്ങൾക്കൊരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് കച്ചവടക്കാരനായ ഒരാൾക്ക് എഞ്ചിനീയറാകാം, എഞ്ചിനീയറായ ഒരാൾക്ക് പടം വരക്കാരനാകാം. അങ്ങനെ ഏത് തൊഴിലിലേക്കും മാറി മാറി പോകാം. അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നതും തൊഴിൽ വിഭജനം കൊണ്ട് തടയപ്പെടുന്നില്ല. മറിച്ച് തൊഴിലാളികൾ അതനുസരിച്ച് വിഭജിതമാവുകയും ജാതി ശ്രേണിയുടെ തട്ടുകളിലേക്ക് വരികയും ചെയ്യുന്നതോടെ തൊഴിലാളികളുടെ ഐഡൻറ്റിറ്റി എന്താ പറയുക, ചലനാത്മകത ഇല്ലാത്തതും സ്തബ്ധവും ജാതി ശ്രേണിക്കുള്ളിലുമാണ്. അംബേദ്കർ രസമായിട്ട് പറയുന്നൊരു ഉദാഹരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ അദ്ദേഹം മനോഹരമായി പണിതീർത്തൊരു വീടാണ് എന്ന് പറയുകയും എല്ലാ നിലയും മനോഹരമാണ്, പക്ഷെ ആകെ ഒരു പ്രശ്നം, ഒരു നിലയിൽ നിന്ന് മറ്റേ നിലയിലേക്ക് ഒരു നിലയ്ക്കും പോകാൻ പറ്റില്ല. നിങ്ങളൊരു നിലയിൽ പെട്ടാൽ പെട്ടു. ഇതാണ് ജാതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ തൊഴിൽ വിഭജനവും തൊഴിലാളികളുടെ വിഭജനവും എന്ന ഡിസ്റ്റിങ്ഷൻ. അത് ഇന്ത്യയിലെ ഒരു സവിശേഷമായ സാഹചര്യത്തെ, ഈ റവല്യൂഷണറി പൊളിറ്റിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യയിലെ സവിശേഷമായ ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതെയോ ഈ ഇന്ത്യയിലെ ഈ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മോറൽ ക്രിട്ടിക്, ഒരു ധാർമ്മികമായ ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്? അല്ല, അംബേദ്കറെ സംബന്ധിച്ച് അത് രണ്ട് ഘടകങ്ങൾ ഉൾച്ചേർന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇന്ത്യയുടെ സോഷ്യൽ റിയാലിറ്റിക്കുള്ള മൗലികമായ ചില വ്യത്യാസങ്ങൾ, ഇപ്പം ജാതിക്ക് തുല്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നിങ്ങൾക്ക് വംശസങ്കല്പത്തിലോ വർണ്ണസങ്കല്പത്തിലോ അതേപടി കാണാൻ പറ്റില്ല. റേസോ അല്ലെങ്കിൽ ഈ കളറോ ഒന്നും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സോഷ്യൽ കാറ്റഗറിയാണല്ലോ ജാതി എന്നുള്ളത്. അപ്പോൾ അതിനെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേവലമായൊരു എന്താ പറയുക, ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു വിശകലനത്തിന് അപ്പുറമുള്ള ജാതി എന്ന ഘടകത്തെ അദ്ദേഹം കാണുന്നുണ്ട്. ഇപ്പം രസമുള്ളൊരു ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ, നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ അടിയിൽ നിന്ന് പണിത് തുടങ്ങണം, പക്ഷെ പൊളിക്കുമ്പോൾ മുകളിൽ നിന്ന് പൊളിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സിസ്റ്റത്തെ തകർക്കണമെങ്കിൽ ഉപരിഘടനാപരമായ അംശത്തിന് മുന്നിൽ കൊടുക്കേണ്ടി വരും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജാതി പോകാതെ ഇന്ത്യയിലെ മർദ്ദിത ജനത വിമോചിതമാവില്ല. കാരണം ജാതി എന്ന് പറയുന്നത് കേവലം ഏത് സമൂഹവും എടുത്തണിയുന്നൊരു മേൽത്തട്ടല്ല, ഒരു അല്ലെങ്കിൽ ആഭരണമല്ല, ഒരു അടയാഭരണമല്ല, മറിച്ച് വ്യക്തിസ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഭേദിക്കാതെ നിങ്ങൾക്ക് പ്രോലിറ്റേറിയറ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കേണ്ടി വരും. കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കാതെ ഒരു യൂണിഫൈഡ് തൊഴിലാളി ഇല്ല. അപ്പോൾ അംബേദ്കറെ സംബന്ധിച്ചോളം ഇന്നത്തെ പല അംബേദ്കറൈറ്റുകളെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വർഗവിശകലനത്തിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം ഭാഗികമായി അംഗീകരിക്കുന്നുണ്ട്, അതിൻ്റെ ചില ഘടകങ്ങളോട് വിയോജിക്കുമ്പോൾ പോലും. അതെ. പക്ഷെ എന്നാലും ഈ എന്താണ് ക്ലാസ് സ്ട്രഗിളെന്നും എന്താണ് ഈ ജാതി ഒരു ഗ്രേഡഡ്, ഒരു ശ്രേണീകൃത അസമത്വ സംവിധാനമായിട്ട് മാറുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് അല്ല, അംബേദ്കറെ സംബന്ധിച്ച് രണ്ട് കാര്യം ഞാൻ പറയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ, ഞാൻ ചിലപ്പോൾ ഇത്തിരി സമയം എടുത്തേക്കും ഈ ഒരാശയം പറയാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രബന്ധം, നേരത്തെ താങ്കൾ പറഞ്ഞ 1917 അദ്ദേഹത്തിൻ്റെ പ്രബന്ധം,
ആ പ്രബന്ധത്തിൽ അദ്ദേഹം ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ, വളരെ ക്രൂഷ്യലായൊരു ഒബ്സർവേഷൻ ഉണ്ട്. കാസ്റ്റ് ഈസ് ആൻ എൻസർക്കിൾഡ് ക്ലാസ്. വലയിതമായ വർഗമാണ് ജാതി. വർഗം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ വർഗം എന്ന് പറയുന്നത് പക്ഷേ മാർക്സിസ്റ്റ് സങ്കല്പത്തിലുള്ള വർഗമല്ല, സാമൂഹിക വർഗം എന്ന നിലയിലാണ്. പക്ഷേ വ്യക്തി സമൂഹം എന്ന് പറയുന്ന ഔപചാരിക വിഭജനത്തെ മാർക്സ് അംബേദ്കർ അംഗീകരിക്കുന്നില്ല. ഏതു വ്യക്തിയും സോഷ്യൽ ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. ദാറ്റ് മീൻസ് ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അദ്ദേഹം നിരസിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറയുന്നത് കേവലം ക്ലാസ് അല്ല എന്ന് തുടക്കം മുതൽ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ എൻസർക്കിൾഡ് എന്ന് പറയുന്നത്, വലയിതം. എന്തിനാൽ വലയം ചെയ്യപ്പെട്ടത്? അതാണ് ഒരുപക്ഷെ കൊസാംബിയുടെ വിശദീകരണത്തിലുള്ളത്. ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ പരമാവധി മിച്ചമൂല്യം കവർന്നെടുക്കാൻ കഴിയുന്ന സാമൂഹ്യ അവബോധത്തിൻ്റെ മതാത്മക രൂപം എന്ന നിലയിൽ ജാതി അദ്ദേഹം സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ജാതി എന്ന് പറയുന്നത് വർഗപരമായ അംശങ്ങളേ ഇല്ലാത്ത കേവലമായ ഒന്നല്ല. കാരണം ഇന്ത്യൻ സമൂഹത്തിലെ വർഗബന്ധത്തിൻ്റെ ആധാര ഘടകങ്ങളിൽ ഒന്ന് ജാതി തന്നെയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ആദ്യകാലത്തെ വർഗ വിശകലനത്തിൽ ഈ അംശത്തിന് ശരിയായൊരു പരിഗണനയും പ്രാധാന്യവും കിട്ടിയില്ല. അതനുസരിച്ചുള്ള ഒരു കാര്യപരിപാടി വേണ്ട പോലെ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. അതിനപ്പുറം ഇതുണ്ടായിട്ടേ ഇല്ല എന്ന മട്ടിലുള്ള വിലയിരുത്തലുകൾ എനിക്ക് തോന്നുന്നത് അത് സോഷ്യൽ റിയാലിറ്റിയെ എസെൻഷ്യലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വർഗമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അപകടമാണ് വർഗമേ ഇല്ല എന്ന വാദവും ഇതിൻ്റെ മറുപുറം മാത്രമാണ്. ഞാനത് രണ്ടും അങ്ങനെ ശരിയല്ല എന്ന് കരുതി. ഈ ശ്രേണീകൃതമായ അസമത്വം എന്ന സങ്കല്പം അതുകൂടി ഒന്ന് വിശദീകരിക്കാം. ഗ്രേഡഡ് ഇന്നിക്വാലിറ്റി എന്ന് അംബേദ്കർ പറയുന്ന, അത് അംബേദ്കറുടെ സവിശേഷമായൊരു സങ്കല്പനമാണല്ലോ. ഇപ്പോൾ ജാതിയെക്കുറിച്ചുള്ള ഇന്ത്യയിലെയോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള ചിന്തകന്മാർ, നരവംശാസ്ത്രജ്ഞന്മാരാരും ഈ ആശയത്തെ സവിശേഷമായിട്ട് പറയുന്നില്ല. അതായത് ജാതിയെ ഏതെങ്കിലും ആചാരത്തോടോ അല്ലെങ്കിൽ അനുഷ്ഠാന ക്രിയകളോടോ ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളോടോ ഒന്നും ബന്ധിപ്പിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കല്ല അംബേദ്കർ കാണുന്നത്. മറിച്ച് ജാതികളെ തട്ടുതട്ടായിട്ട് തിരിക്കുകയും ഓരോ തട്ടിനും മേൽകീഴ് ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലുൾപ്പെട്ട മനുഷ്യരുടെ സാമൂഹ്യ സ്വത്വത്തെ നിർണ്ണയിക്കുകയും ചെയ്യുക. അപ്പോൾ ജാതിയിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, ശ്രേണീകൃതത്വമുണ്ട്. രണ്ട്, അസമത്വമുണ്ട്. മൂന്ന്, ഓരോ ജാതിയും ഉൽപ്പാദന വ്യവസ്ഥാപരമായ ഏതെങ്കിലും സവിശേഷ സ്ഥാനങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാല്, ഇതിനെ മുഴുവൻ കൂട്ടി വിളക്കുന്ന ഒരു മതവ്യവഹാരവും ഉണ്ട്. അതുകൊണ്ടാണ് അംബേദ്കർ ഈ ഹിന്ദുമതം തകർക്കണമെന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോകുന്നത്. കാരണം മതം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും മതത്തെ പോലെ അല്ല, മറിച്ചൊരു സാമൂഹ്യ സംഘാടനത്തിൻ്റെ ആധാര ഘടനയിൽ മതവും കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ജാതി വ്യവസ്ഥയ്ക്കകത്ത് മതപരം എന്ന് വിളിക്കാവുന്ന ഉള്ളടക്കം വളരെ ശക്തമാണ്. ജാതി സ്വത്വങ്ങൾക്കുള്ളിൽ തന്നെ മതമുണ്ട്. മതം നിലനിൽക്കുന്നതാകട്ടെ ജാതിബന്ധങ്ങൾക്കുള്ളിലുമാണ്. അല്ലാതെ മതം ഒന്ന് ജാതി വേറൊന്നെന്ന് നമുക്ക് തരംതിരിക്കാനായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഐക്യത്തെ സ്ട്രക്ചറലായി തന്നെ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഒരു സംശയമില്ല. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആ അർത്ഥത്തിൽ അത് ചെറുക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം നിലവിൽ വരണമെങ്കിൽ തൊഴിലാളി വർഗത്തിനിടയിലുള്ള ജാതീയമായ വിഭജനത്തെ മറികടക്കാൻ കഴിയണം. അതാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ജാതിബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കാതെ അടിസ്ഥാന വർഗത്തിന് തൊഴിലാളി വർഗം ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് താത്വികമായിട്ട് പറയാം, പക്ഷേ പ്രായോഗികമായിട്ട് തൊഴിലാളി വർഗം ഒരു ഏകീകൃത ശക്തിയായി മാറണമെങ്കിൽ ജാതിബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കണം. ആ ഒരു നിലയിൽ വേണ്ട പരിഗണന ഇക്കാര്യത്തിൽ വന്നു എന്നുള്ള വിമർശനം ശക്തമായിട്ടുണ്ട്. അപ്പോൾ കൺസെപ്ച്വലി നോക്കുവാണെങ്കിൽ ഒരു തോട്ടിപ്പണിക്കാരൻ അയാളുടെ ജോലി ചെയ്യുകയാണ്. അതെ. ബ്രാഹ്മണനായ ഒരു പൂജാരിയും അയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അർത്ഥമില്ല പറയുന്നതിൽ. രണ്ടും ഇപ്പം ഗാന്ധിയൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഏത് തൊഴിലൊരുപോലെ തൊഴിലാണ്. അതൊരു ആദർശാത്മക ഭാവന എന്നല്ലാതെ സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾ എത്ര ദരിദ്രനായ ബ്രാഹ്മണനാണെങ്കിലും നിങ്ങൾ എത്ര സമ്പന്നനായ ഒരു ദളിതനോട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യം ഏറി നിൽക്കും. കാരണം ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യത്തെക്കാൾ സാമൂഹിക ശേഷി സാമ്പത്തിക മൂല്യത്തിന് ഇല്ല എന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പൊതു യാഥാർത്ഥ്യം. അതാണ്. അതുകൊണ്ട് ഏത് തൊഴിലും ഒരുപോലത്തെ തൊഴിലാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഇന്ത്യൻ ജാതിയുടെ ഒരു സൂക്ഷ്മ പ്രവർത്തനം അറിയാത്ത
ഒരാളുടെ നിരീക്ഷണമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. ഒരർത്ഥത്തിൽ അത് ജാതി വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ഒരു ആദർശവൽക്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾക്കൊപ്പം ഈ ജാതി വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുതലാളിത്ത ഘടനയിലേക്ക് കടന്നിട്ടും ജാതി അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമില്ലേ? അല്ല, ഉൽപാദന വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ ജാതി ബന്ധങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ അഴിച്ചു പണിയും. ഉദാഹരണത്തിന് നോക്കൂ, കേരളത്തിലെ ആധുനിക പൂർവ്വഘട്ടത്തിലുണ്ടായിരുന്ന ജാതികളുടെ അതേ നിലയിലുള്ള തുടർച്ചയല്ലല്ലോ നമ്മൾ ഈ സമുദായവൽക്കരണത്തിന് ശേഷം കാണുന്നത്. അതായത് കൊളോണിയൽ ഭരണ സംവിധാനം നിലവിൽ വരികയും ആധുനികതയുടെ ആശയാവലികൾ വേരുപിടിക്കുകയും ചെയ്തതോടെ ഇപ്പോൾ ഓരോ ജാതികളും സവിശേഷ സമുദായ സ്വത്വങ്ങളിൽ കടന്നല്ലോ. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിക്കുള്ളിൽ തന്നെ അനവധി ഉപജാതികളാണ്. അവയൊക്കെ തമ്മിൽ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട്. അത് പരിഹരിക്കപ്പെടുകയും ജാതീയമായ ഒരു ഏകതാഭാവത്തിലേക്ക്, ഇപ്പോൾ നായർന്നോ അല്ലെങ്കിൽ ഈഴവെന്നോ ഒക്കെയുള്ള സവിശേഷമായ സ്വത്വബോധം വരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. അത് 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലുള്ള ജാതിയിൽ നമുക്ക് അതേപടി കാണാൻ പറ്റില്ല. അതിനുള്ളിൽ തന്നെ ധാരാളം തട്ടുകളുണ്ട്. ഇപ്പോൾ മേൽത്തട്ടിലുള്ള ഒരു ജാതിയിലെ മേൽത്തട്ടിലെ ഉപവിഭാഗം ആ ജാതിയിലെ തന്നെ കീഴ്ത്തട്ടിലെ ഉപവിഭാഗമായിട്ട് ഒരു നിലയ്ക്കും സഹവസിക്കില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ. അതൊക്കെ നമുക്ക് 19-ാം നൂറ്റാണ്ടിലെ കേരളമൊക്കെ വായിച്ചു നോക്കിയാൽ ധാരാളമായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉൽപാദന വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ ജാതിയുടെ ഉള്ളടക്കത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് പോയിട്ട് ഉൽപാദന വ്യവസ്ഥാപരമായ മാറ്റം കൊണ്ട് ജാതി തന്നെ റദ്ദായി പോകുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. ജാതിയുടെ ഒരു സവിശേഷ ശേഷി എന്താണെന്ന് വെച്ചാൽ, ഉൽപാദന വ്യവസ്ഥാപരമായ മാറ്റങ്ങളെ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് സാങ്കേതിക മാറ്റങ്ങൾ, ഉൽപാദന വ്യവസ്ഥയേക്കാൾ കൂടുതൽ ചിലപ്പോൾ സാങ്കേതികതയ്ക്ക് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, ബസ് ഓടിത്തുടങ്ങിയാൽ, ട്രെയിൻ ഓടിത്തുടങ്ങുന്ന ഒരു സമൂഹത്തിൽ അത് വ്യാപകമാകുന്നതോടെ നിങ്ങൾക്ക് തൊട്ടുകൂടായ്മ പാലിക്കാൻ പ്രയാസമാണ്. കാരണം ബസ് എല്ലാവരും കയറുന്നതാണല്ലോ. അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് ബസ് ഓടാന്നല്ലാതെ അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് നായന്മാർക്ക് വേണ്ടി ഒരു ബസ് ഓടില്ല. അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഒരു ജാതിക്ക് വേണ്ടി ഓടില്ല, ഒരു മതത്തിന് വേണ്ടി ഓടില്ല. ദാറ്റ് മീൻസ് ജാതിയുടെ അക്കാലം വരെയുള്ള എക്സിസ്റ്റൻസിനെ ടെക്നോളജി ഒരു നിലയിൽ മാറ്റും. പക്ഷെ അങ്ങനെ മാറുന്നു എന്നുള്ളത് കൊണ്ട് ജാതി പോകുന്നില്ല. ജാതി എന്ത് ചെയ്യും? ജാതി ആന്തരവൽക്കരിക്കപ്പെടുകയും അത് ഗാർഹികമാവും, അല്ലെങ്കിൽ കുടുംബ മൂല്യങ്ങളിലേക്ക് മാറും, പുതിയ സ്വത്വസ്ഥാനങ്ങളിലേക്ക് മാറും. അപ്പം ഞാൻ പറയുന്നത് ഇതിനെ ഡയലക്റ്റിക്കലായി കാണണം. അതായത് ഉൽപാദന വ്യവസ്ഥാപരമായ മാറ്റം ജാതിയെ സമ്പൂർണമായി ഇല്ലാതാക്കില്ല എന്ന് നമ്മൾ ആദ്യമേ കാണണം. ഒപ്പം തന്നെ ഉൽപാദന വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ ജാതി ബന്ധങ്ങളിൽ ഇടപെടുകയും ചെയ്യും. ഇപ്പോൾ മാഷ് പറഞ്ഞ ഈ സമുദായവൽക്കരണം ഉൽപാദന ബന്ധങ്ങളുണ്ടായ മാറ്റങ്ങളെക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു സ്വത്വപരമായ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. ഉൽപാദനപരമായ ബന്ധങ്ങൾക്കും അതിൽ ഒരു റോളുണ്ട്. കാരണം ഈ കേരളത്തിൽ 19-ാം നൂറ്റാണ്ടോടെ ഒരു മധ്യവർഗം പതുക്കെ വികസിച്ച് വരാൻ തുടങ്ങിയേക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് തോട്ടം കൃഷി വികസിക്കുന്നുണ്ട്, വാണിജ്യം വികസിക്കുന്നുണ്ട്, കൊളോണിയൽ ബന്ധങ്ങളുടെ ഫലമായിട്ട് മധ്യവർഗപരമായ തൊഴിലുകൾ വികസിക്കുന്നുണ്ട്. അതായത് പഴയ ഊഴവും രാജാവിൻ്റെ ആശ്രിതത്വവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഗുമസ്തന്മാർ, വക്കീലന്മാർ, അതുപോലെ മജിസ്ട്രേറ്റുമാർ എന്നൊക്കെ വിളിക്കാവുന്ന മട്ടിലുള്ള പുതിയൊരു സാമൂഹിക വർഗം 19-ാം നൂറ്റാണ്ടിൻ്റെ ഇപ്പോൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു ചാലകശക്തിയായി മാറിയത് ഈ മധ്യവർഗമാണല്ലോ. അവരുയർന്നു വരുന്നുണ്ട്. അപ്പം അതുയർന്നു വരുന്നത് ഉൽപാദന വ്യവസ്ഥാപരമായ ബന്ധങ്ങൾ കൂടി ചേർന്നിട്ടാണ്. പ്രത്യേകിച്ചും തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് തോട്ടം കൃഷിയുടെ വ്യാപനം, മറ്റൊരു ഭാഗത്ത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടായ വിദ്യാഭ്യാസ നവീകരണം, ഇത് രണ്ടും ചേർന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മധ്യവർഗം എമർജ് ചെയ്ത് വരുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജാതിയെ ഒരു ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു സോഷ്യൽ റീപ്രൊഡക്ഷനിലൂടെ നിലനിൽക്കുന്ന സംഗതിയായിട്ടല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, സോഷ്യൽ റീപ്രൊഡക്ഷൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നോക്കൂ, ഈ സോഷ്യൽ റീപ്രൊഡക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ ഒരു എക്സ്ക്ലൂസീവ് ബൈനറികൾ എന്ന നിലയിൽ കാണാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കെട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അതായത് ജാതി ഒരു ഘടകം,
ജാതി സാമൂഹികമായൊരു പുനരുൽപാദന ഘടകം, വർഗം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഉൽപാദന വ്യവസ്ഥാപരമായ പുനരുൽപാദനത്തിൻ്റെ ഘടകം എന്ന നിലയിൽ ഇതിനെ രണ്ടും രണ്ടായി കാണുന്ന രീതിയോട് അടിസ്ഥാനപരമായി വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കരുതുന്നത് വൈരുദ്ധ്യാത്മക വിചിന്തനത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹികമായ പുനരുൽപാദനത്തിൽ നിശ്ചയമായും ഉൽപാദന വ്യവസ്ഥാപരമായ ഉള്ളടക്കമുണ്ട്. ഉൽപാദന വ്യവസ്ഥയെ പഴയപടി മാറ്റമേതുമില്ലാതെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പുനരുൽപാദനം സാധ്യമല്ല. തിരിച്ച് ഉൽപാദന വ്യവസ്ഥയിൽ പങ്കുചേരുന്ന മനുഷ്യർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇ പി തോംസണെ മുൻനിർത്തി പറഞ്ഞാൽ ക്ലാസ് എക്സ്പീരിയൻസിൽ നിന്ന് ക്ലാസ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്ന മനുഷ്യരാണ് ഇതിൽ പങ്കുചേരുന്നത്. അല്ലാതെ ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് നിൽക്കുകയല്ല. ആ ഒബ്ജക്റ്റിവിറ്റിക്കുള്ളിൽ അയാൾ ഒരു സബ്ജക്റ്റിവിറ്റി അക്വയർ ചെയ്യുന്നുണ്ട്, ആർജിക്കുന്നുണ്ട്. ആ സബ്ജക്റ്റിവിറ്റിയിൽ ജാതിയുണ്ട്. അപ്പം ജാതി എന്ന് പറയുന്ന ഘടകത്തിന് പുറത്ത് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുകയല്ല, തിരിച്ച് ഉൽപാദന പ്രക്രിയയിൽ ഒരു പങ്കുമില്ലാതെ സോഷ്യൽ റീപ്രൊഡക്ഷൻ മാത്രം നടക്കുകയുമല്ല. അങ്ങനെ എക്സ്ക്ലൂസീവായ പരസ്പരം എന്താ പറയുക ഒഴിച്ചു നിർത്തുന്ന ഗണങ്ങളായിട്ട് ഇതിനെ കാണരുത് എന്നാണ് എൻ്റെ വാദം. അല്ല, അങ്ങനെ പറയുമ്പോഴും അടിസ്ഥാനപരമായി ജാതി നിലനിൽക്കുന്നത് ഈ കുടുംബത്തിലൂടെയും കല്യാണത്തിലൂടെയും റീപ്രൊഡക്ഷനിലൂടെയുമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉൽപാദന പ്രക്രിയയിലെ മാറ്റങ്ങൾ എന്തു തന്നെ വന്നാലും ഈ ഒരു കുടുംബ സംവിധാനത്തിലൂടെ ഇത് നിലനിൽക്കുകയും ഉൽപാദന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജാതി പുതിയ രൂപഭാവങ്ങൾ തേടുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അതിനകത്തില്ലേ? അല്ല, ഈ പുതിയ രൂപഭാവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതിക്ക് അതിനിർണയനപരമായ ശേഷിയുണ്ട്. ഞാൻ അവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാതി ഒരു ഉപരിഘടനാപരമായ ഉപപ്രതിഭാസമല്ല. ഒന്ന്, ക്ലാസിക്കലായ ഒരു സെൻസിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഒരു ശരിയായ വാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ജാതി എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥാപരമായി ആയ ഒരു ഘടകമായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതേസമയം തന്നെ ഉൽപാദന വ്യവസ്ഥാപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പുറത്ത് അതിനാൽ യാതൊരു നിലയിലും സ്പർശിക്കപ്പെടാത്ത ഒന്നായിട്ട് ജാതി നിലനിൽക്കുന്ന കരുതുന്നതും വസ്തുതാപരമല്ല എന്നാണ് എൻ്റെ ബോധ്യം. കാരണം നമ്മൾ ഇതുവരെയുള്ള ഇപ്പോൾ ഒരു പ്രിമിറ്റീവ് ട്രൈബൽ കളക്ടിവിറ്റി എന്ന നിലയിലുള്ള, ഇപ്പോൾ കൊസാംബിയൊക്കെ കരുതുന്നത് ജാതി ഒരു പ്രാഥമികമായൊരു ഗോത്ര സമൂഹങ്ങളുടെ ദൃഢീകരണം വഴിയാണ് ജാതി വികസിച്ച് വന്നതെന്നൊരു ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലൊക്കെ ഉണ്ട്. അതിനോട് എതിർവാദങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം കുറച്ച് ബലമുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഘട്ടം തുടങ്ങിയാൽ, അതായത് ഏതാണ്ട് ഈ എന്താ പറയുക ആര്യ സമൂഹ രൂപീകരണം എന്നൊക്കെ പറയുന്ന പൊതുവർഷാരംഭത്തിന് ഒരു 2000 കൊല്ലം മുമ്പോ 1500 കൊല്ലം മുമ്പോ ഒക്കെ ആരംഭിക്കുന്ന ആ ഒരു പ്രക്രിയ മുതൽ ഇങ്ങോട്ട് നമ്മളൊരു 3500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ജാതി അനങ്ങാതെ നിൽക്കൊന്നുമല്ല. ജാതി ഗോത്രപരമായ ഉൽപാദന ബന്ധം, നാടുവാഴുത്ത് ഉൽപാദന ബന്ധം, വൻകിട രാജ്യങ്ങളുടെ ഉൽപാദനക്രമം, ഇതിനൊക്കെ അനുസരിച്ച് ജാതിയുടെ ഘടനാബന്ധങ്ങളിൽ മാറ്റം വരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് വളരെ വിസിബിൾ ആകുന്നതാണ് 19ാം നൂറ്റാണ്ടിനൊടുവിൽ അരങ്ങേറിയ കോളനൈസേഷൻ്റെയും മോഡേണൈസേഷൻ്റെയും ഘട്ടത്തിലാണ് ഈ പ്രീ മോഡേൺ ജാതി വ്യവസ്ഥയിൽ നിന്ന് സമുദായം എന്ന നിലയിലേക്കുള്ള ഒരു ആധുനിക സ്വത്വത്തിലേക്കുള്ള ജാതിയുടെ പരിവർത്തനം. ഈ പരിവർത്തനത്തെയും ഒരുപക്ഷെ ഈ സമീപകാലത്തെ കഴിഞ്ഞൊരു 10-30 വർഷത്തെ സാമൂഹ്യ പരിണാമങ്ങൾ ഇതിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതുകൊണ്ട് താങ്കൾ ചോദിച്ച ഒരു കാര്യം ശരിയാണ്. കുടുംബത്തെ, സദാചാരത്തെ, അല്ലെങ്കിൽ ഗാർഹികതയെ, വിവാഹബന്ധങ്ങളെ ഒക്കെ മുൻനിർത്തിയാണ് ഇത് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നത് സംശയമേതുമില്ലാതെ വസ്തുതയാണ്. പക്ഷേ ഈ പ്രക്രിയകൾ അരങ്ങേറുന്നത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. കുടുംബം എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു മാർക്സിസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇവിടെ ശ്രദ്ധിക്കണം. ന്യൂക്ലിയർ ഫാമിലിയെ ബൂർഷ്വാസി ഒരു ആദർശ മാതൃകയാക്കുന്നതിൻ്റെ പിന്നിൽ കേവലം സദാചാര യുക്തി മാത്രമൊന്നുമല്ല. മുതലാളിത്ത കമ്പോളത്തെ പരമാവധി വലുതാക്കണമെങ്കിൽ കുടുംബം എന്ന യൂണിറ്റ് ചെറുതായി വരികയും കൂടി വേണം. കാരണം കൺസ്യൂമർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഉപഭോഗ കമ്പോളത്തെ വലുതാക്കാൻ ലക്ഷ്യം വെച്ചിട്ടാണ്. ആ കമ്പോളം ലക്ഷ്യം വലുതാവണമെങ്കിൽ യൂണിറ്റ് ചെറുതാവണം. അതുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് ഒരു ഭാഗത്ത് ഒരു സദാചാരപരമായ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക്, അമ്മാവൻ്റെ അധികാരത്തിൽ നിന്ന് അച്ഛൻ്റെ അധികാരത്തിലേക്ക് എന്നൊക്കെ നമുക്ക് തോന്നുന്നതോടൊപ്പം തന്നെ അതിനുള്ളിൽ ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു ഉള്ളടക്കമുണ്ട്. ഞാൻ പറഞ്ഞത് കുടുംബം എന്ന ആ യൂണിറ്റിൻ്റെ തന്നെ
പരിവർത്തനം കേവലം മക്കത്തായത്തിൻ്റെയോ മരുമക്കത്തായത്തിൻ്റെയോ അമ്മാവനിൽ നിന്ന് അച്ഛനിലേക്കുള്ള മാറ്റത്തിൻ്റെയോ ഭാഗം മാത്രമല്ല, ആ മാറ്റത്തിനുള്ളിൽ മുതലാളിത്തത്തിൻ്റെ മൂലധന താല്പര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണണമെന്നില്ല. മറ്റതുപോലെ അമ്മാവൻ പോയി അച്ഛൻ വന്നത് ഒറ്റ നോട്ടത്തിൽ കാണാം. പക്ഷേ മൂലധന ബന്ധങ്ങൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണുള്ളൂ. അതുകൂടി കാണണം എന്നാണ് എൻ്റെ വാദം. അതല്ലാതെ നമ്മൾ ഈ ഉൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിനൊക്കെ പുറത്ത് ഫാക്ടറിയിൽ നടക്കുന്ന എന്തോ ഏർപ്പാടാണ് എന്ന് കരുതാൻ പാടില്ല. അതും നമ്മുടെ യാഥാർത്ഥ്യത്തിലുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ സമൂഹം നമ്മുടെ വിവാഹ പരസ്യങ്ങളിലെ ജാതിക്കോളങ്ങൾക്കകത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. ജാതി ബന്ധങ്ങൾക്കകത്ത് തന്നെയാണ്. അല്ല, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ഒരു അടിസ്ഥാന പ്രശ്നത്തെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള വ്യാപകമായ ശ്രമം ഉണ്ടായില്ല. അത് മാർക്സിസത്തിന്റെ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ളൊരു പ്രശ്നമാണോ, അതോ അത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു? അല്ല, ഫൗണ്ടേഷണൽ എന്ന് പറയുമ്പോഴേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്സിസം എന്ന് പറയുന്നതിൻ്റെ ചരിത്രപരമായൊരു വ്യാപനത്തെ കൂടി കാണണം. ഞാൻ കുറച്ച് വിശദമായിട്ട് അത് പറയാം. അതായത് ഇപ്പോൾ മാർക്സും എംഗൽസും ഒക്കെ എഴുതി തുടങ്ങുകയും ഈ ആശയം രൂപപ്പെടുകയും ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൻ്റെ കേന്ദ്രത്തിലാണല്ലോ, ഇംഗ്ലണ്ടിലാണ്. പിന്നെ ജർമ്മനിയുടെ എക്സ്പീരിയൻസ്, യൂറോപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് പൊതുവിലുള്ളത്. അതുകൊണ്ട് അന്നത്തെ ആലോചനകളിൽ മിക്കവാറും ഈ വ്യാവസായിക തൊഴിലാളിയാണ് വിമോചനത്തിൻ്റെ ഒരു ഏജൻസിയുള്ള ശക്തിയായിട്ട് അവർ കാണുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ 1870കളിൽ മാർക്സ് അമേരിക്കയെക്കുറിച്ചും അതുപോലെ തന്നെ അയർലൻഡിനെ കുറിച്ചും റഷ്യൻ കാർഷിക കമ്മ്യൂണുകളെക്കുറിച്ചും ഒക്കെ പഠിച്ചു തുടങ്ങുന്നതോടെ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസിൽ ധാരാളം മാറ്റം വരുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, മാർക്സ് അറ്റ് ദ മാർജിൻസ് എന്നൊക്കെ പറഞ്ഞ് സമീപകാലത്ത് വന്ന പഠനങ്ങൾ, പ്രത്യേകിച്ച് മാർക്സിൻ്റെ എത്നോഗ്രഫിക്കൽ പഠനങ്ങൾ, ഒരു അവസാനത്തെ ഒരു 10-15 കൊല്ലത്തോളം മാർക്സ് വളരെ ശ്രദ്ധാപൂർവം ഈ മൂന്നാം ലോകം എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശങ്ങളെയും അതുപോലെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ പഠനത്തിൽ മാർക്സ് മുമ്പോട്ട് വയ്ക്കുന്ന നിരീക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒറ്റ ഒബ്സർവേഷൻ പറയാം. അമേരിക്കൻ റവല്യൂഷനെ മുൻനിർത്തി എബ്രഹാം ലിങ്കൺ അയച്ച കത്തിൽ മാർക്സ് പറയുന്നത്, നിങ്ങളുടെ അടിമകളുടെ വിമോചനം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ പ്രാഥമികമായ ഒരു ഘടനയാണ്. എന്തുകൊണ്ട്? അടിമകളുടെ വിമോചനത്തെ ലക്ഷ്യം വെക്കാത്ത ഒരു തൊഴിലാളി വർഗ വിമോചനവും സാധ്യമാവില്ല. അതിൻ്റെ തുടർച്ചയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം മാർക്സ് പറയുന്നത്, കറുത്ത തൊലിയിൽ അധ്വാനം ബന്ധിതമാണെങ്കിൽ വെളുത്ത തൊലിയിൽ അധ്വാനം വിമോചിതാവില്ല. ഇപ്പോൾ കൊളോണിയൽ തീസിസിൻ്റെ ഘട്ടത്തിൽ ലെനിൻ ഇക്കാര്യം വേറെ നിലക്ക് പറയുന്നുണ്ട്. അതായത് യൂറോപ്പിലെ തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തിൽ നിന്ന് വേറിട്ട നിലയിൽ മൂന്നാം ലോക രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കാണാൻ പറ്റില്ല. കോളനി രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുമായി കൂട്ടിയിണക്കപ്പെട്ടതാണ് എന്നുള്ള നിരീക്ഷണം എടുക്കുന്നുണ്ട്. യൂറോപ്യൻ സോഷ്യൽ ഡെമോക്രാറ്റുകൾ പൊതുവെ ആ പൊസിഷൻ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ലെനിൻ കർക്കശമായിട്ടും ഈ ഒരു സാർവദേശീയ ബന്ധങ്ങളെ മുൻനിർത്തിയാണ് കണ്ടത്. ഇപ്പോൾ ബുദ്ധ ഓർ കാർൾ മാർക്സ് എന്ന സമയത്ത് അംബേദ്കറും ഈ മാർക്സിൻ്റെ ഏറ്റവും പുതിയ എന്ന് പറയാവുന്ന മേഖലയിലുള്ള ഇടപെടലുകളെ കാണാതെ പോയി എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. നിശ്ചയമായിട്ടുണ്ട്. ഇപ്പം ഞാൻ അംബേദ്കറോടുള്ള എന്താ പറയുക, ബഹുമാനക്കുറവ് കൊണ്ടൊന്നും പറയല്ല. പക്ഷെ ബുദ്ധ ഓർ കാൾ മാർക്സിൽ നിങ്ങൾ മാർക്സിൻ്റെ ആശയങ്ങൾ അംബേദ്കർ 10 പോയിൻറ്റോ 12 പോയിൻറ്റോ മറ്റായിട്ട് ക്രോഡീകരിക്കുന്നുണ്ട്. താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ അദ്ദേഹം ആകെ പരിഗണിക്കുന്നത് വർഗസമരം എന്ന് പറയുന്ന അതിനെ മാത്രമാണ്. അല്ലാതെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഏലിയനേഷൻ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഇങ്ങനെയുള്ള മാർക്സിസ്റ്റ് ചിന്തയുടെ മറ്റ് ഘടകങ്ങളെ ഒന്നും അദ്ദേഹം അവിടെ കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഞാനത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സവിശേഷമായ ഒരു നിലയിൽ മാർക്സിസ്റ്റ് ചിന്തയെ സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ആശയം അവതരിപ്പിക്കുന്നത്. അത് ഇന്നത്തെ നിലയിൽ നോക്കിയാൽ പിന്നെ 1950കളിലൊക്കെയാണല്ലോ അദ്ദേഹം അത് എഴുതുന്നത്. ഒരുപക്ഷെ സോവിയറ്റ് മാർക്സിസം മുമ്പോട്ട് വച്ച ആശയാവലികളുടെ ഒരു അതിർത്തിക്കുള്ളിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആലോചനകൾ നടന്നത്. ഇപ്പം തെൽത്തുംഡെയും അതുപോലെ റാത്തോഡുണ്ടല്ലോ, അവർ രണ്ടുപേരും അംബേദ്കറെ കുറിച്ച് എഴുതിയ സമീപകാലത്തിറങ്ങിയ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നൊരു കാര്യം, അംബേദ്കറുടെ അതിവിപുലമായ ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നെങ്കിലും മാർക്സിൻ്റെ മൗലിക ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥശേഖരത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. റാത്തോഡും അതുപോലെ തന്നെ തെൽത്തുംഡെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
എത്തനോഗ്രാഫിക്കൽ നോട്ട്ബുക്സ് ഒക്കെ വരുന്നത് വളരെ പിന്നീടാണ്, 70കളിലാണ്. മാർക്സിസ്റ്റുകൾ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങുന്നത് സമീപകാലത്താണ്. അങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ടെങ്കിലും അതിനെ അക്നോളജ് ചെയ്യാനോ അതിൽ ഉൾക്കാഴ്ചകൾ ഉപയോഗപ്പെടുത്താനോ പല മാർക്സിസ്റ്റുകൾ ഇപ്പോഴും തയ്യാറല്ല. ഇപ്പം ഗ്രാംഷി കൾച്ചറിനെ കുറിച്ച് പറയുന്നത് ഒരു വ്യതിയാനമാണ് എന്ന് കരുതുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. കൾച്ചറിന് എന്തെങ്കിലും ഒരു സവിശേഷ പ്രാധാന്യം കൊടുക്കുന്നത് മാർക്സിസത്തിൽ നിന്നുള്ള വഴിതെറ്റലാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസത്തിൻ്റെ ഫൗണ്ടേഷണൽ പ്രോബ്ലം എന്ന് പറയുന്ന സമയത്ത് 19ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന മാർക്സ് അംബേദ്കറെ പോലെ തന്നെയാണ്, ഒരു നിലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തകനാണ്. അപ്പോൾ അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, അംബേദ്കറുടെ രസമുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഈ സ്ഥിരത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഏതാണ്ട് എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി എന്ന് പറയുന്നുണ്ട്. ഒരു കഴുതയുടെ സ്വഭാവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മാർക്സൊക്കെ മാറുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ അവസാന ഫേസിൽ ഈ വർഗം എന്ന് പറയുന്നതിനെ വംശത്തോടും വർണ്ണത്തോടും ഒക്കെ ബന്ധിപ്പിക്കുന്ന ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയണത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴും അംബേദ്കറുടെ മാർക്സിനോടുള്ള വിയോജിപ്പ് അടിസ്ഥാനപരമായ ചില വിഷയങ്ങളിലാണ്. അത് വയലൻസുമായിട്ട് ബന്ധപ്പെടണം, അതിൻ്റെ യുദ്ധസങ്കല്പത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അതൊരു ധാർമ്മികമായ ഡിസഗ്രിമെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിലുള്ള അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രപരമായ സമീപനമായിരുന്നു? അല്ല, തന്ത്രപരം ഞാൻ കരുതുന്നില്ല. അംബേദ്കറെ സംബന്ധിച്ച് അംബേദ്കർ അടിസ്ഥാനപരമായി ഈ ജോൺ ഡ്യൂയി മുതലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നല്ലോ ജോൺ ഡ്യൂയി, കൊളംബിയ സർവകലാശാലയിൽ. ഡ്യൂയിയുടെ പ്രാഗ്മാറ്റിസവും വെസ്റ്റേൺ ഡെമോക്രസിയുടെ ആശയാവലികളുമാണ് അംബേദ്കറെ ആദ്യഘട്ടം മുതലേ സ്വാധീനിച്ചിരുന്നത്. അദ്ദേഹത്തിനൊരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം മുതലാളിത്തത്തിൻ്റെ ഏകപക്ഷീയമായ ഒരു മേൽക്കൈ അല്ല അംബേദ്കർ കരുതിയിരുന്നത്. ഇപ്പോൾ വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം മാത്രമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള മാർക്സിൻ്റെ സങ്കല്പത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃഷിഭൂമി വിതരണം ചെയ്യണം എന്ന് അംബേദ്കർ ആവശ്യപ്പെടുന്നുണ്ട്. വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പലതും അംബേദ്കറുടെ പൊസിഷനിലുണ്ട്. പക്ഷേ ലാർജർ സെൻസിൽ നമുക്കൊരു സോഷ്യലിസ്റ്റ് എന്നല്ലാതെ മാർക്സിസ്റ്റ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അംബേദ്കറെ ഒരു ഘട്ടത്തിലും വിശേഷിപ്പിക്കാനായിട്ട് കഴിയില്ല. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ആശയമുണ്ടല്ലോ, പ്രത്യേകിച്ചും ബുദ്ധമതത്തിലേക്കുള്ള, പ്രത്യേകിച്ചും അദ്ദേഹം 51 മറ്റേ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമുള്ള ഒരു 5 കൊല്ലക്കാലമാണല്ലോ അദ്ദേഹം ഇതിൽ വളരെ സജീവമായിട്ട്. അതിനു മുമ്പേ ഉണ്ട്, 30 മുതൽ അദ്ദേഹം ബുദ്ധമതത്തിൽ ആകൃഷ്ടനാണ്. എങ്കിലും അവസാനത്തെ 5 കൊല്ലം വളരെ സജീവമായിട്ട് അദ്ദേഹം ഇതിനകത്ത് ഇടപെടുകയും പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ വന്നു. ഒന്ന് ബുദ്ധ ആൻഡ് മാർക്സ് ആണ്, പിന്നെ മരണശേഷം പുറത്തു വന്ന മറ്റേ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന് പറയുന്ന ആ കൃതിയും വന്നു. ഈ കൃതി അവിടെ എത്തുമ്പോഴാണ് അംബേദ്കർ മറ്റൊരു എത്തിക്കൽ ഫൗണ്ടേഷൻ, ഇപ്പം നവയാനം എന്ന് പറയുന്നത് പഴയ ബുദ്ധമതത്തിൻ്റെ ഏതെങ്കിലും നിലയിലുള്ളൊരു നവീകരണം മാത്രമൊന്നുമല്ല. ഹീനയാനം, മഹായാനം, വജ്രയാനം എന്നൊക്കെ പറയുന്ന പഴയ വിഭാഗങ്ങളിൽ ഒന്നിനെ അംബേദ്കറായിട്ട് കൂട്ടിച്ചേർത്തൊന്നുമല്ല, മറിച്ച് ഇന്ത്യൻ സമൂഹത്തെ ആകമാനം പുനഃക്രമീകരിക്കാൻ പോകുന്ന ഒരു ധാർമ്മിക ക്രമമായിട്ട് ബുദ്ധമതത്തെ റീഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നവയാനം എന്ന് പറയുന്നതിനെ ബുദ്ധമതത്തിൻ്റെ പരമ്പരാഗത യുക്തിക്കകത്ത് വെച്ച് കാണുന്നതിൽ വലിയ കാര്യമൊന്നും, ഗീതയെ ഗാന്ധി വ്യാഖ്യാനിച്ചതുപോലെ ഒരു നിലയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. തീർത്തും വ്യത്യസ്തമാണ്. അവിടെ അദ്ദേഹം കൊണ്ടുവരുന്ന കാറ്റഗറികൾ, ഇപ്പോൾ ഉദാഹരണം മൈത്രി എന്ന് പറയുന്ന സങ്കല്പത്തെ അദ്ദേഹം വളരെ പ്രധാനമായിട്ട് എടുക്കുന്നു. ഒരുപക്ഷെ അംബേദ്കറുടെ അവസാന ഘട്ടത്തിലെ ചിന്തയുടെ ഒരു താക്കോൽ വാക്ക് മൈത്രിയാണ്. നമുക്ക് മൈത്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മാർക്സിസവുമായിട്ടുള്ള അംബേദ്കറുടെ പ്രാഥമികമായ വ്യത്യാസങ്ങൾ ഞാൻ അതിലൊരു കാര്യം കൂടി പറയാം. അംബേദ്കറെയും മാർക്സിനെയും നമ്മൾ തത്വശാസ്ത്രപരമായിട്ടോ സങ്കല്പനപരമായിട്ടോ സമീകരിക്കേണ്ടതില്ല. രണ്ട് പൊസിഷൻസ് ആണ്. അത് തമ്മിൽ ചില എന്താ പറയാ ഓവർലാപ്പ് ചെയ്യുന്ന ചില ഷെയ്ഡുകൾ കാണാൻ പറ്റും. പക്ഷെ ഫണ്ടമെന്റലി രണ്ട് കാര്യങ്ങളാണ്. ഞാനത് ഉദ്ദേശിക്കുന്നത് പൊതുവെ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ആദ്യമായിട്ട് ഈ എക്കണോമിക് റിഡക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഗതിയോടും അതുപോലെ തന്നെ ഈ ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം, ഇത് രണ്ട് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനപരമായ 2 സങ്കല്പങ്ങളാണ്. ഈ 2 സങ്കല്പങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് പ്രധാനമായിട്ടും. ഈ എക്കണോമിക് ഡിറ്റർമിനിസം മാർക്സിസത്തിൻ്റെ അടിസ്ഥാന സങ്കല്പനാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഡിറ്റർമിനിസം ഞാൻ അംബേദ്കറുടെ വിമർശനമാണ്. അതെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എംഗൽസ് തന്നെ ഏണസ്റ്റ് ബ്ലോക്കിന് എഴുതിയ കത്തിൽ എംഗൽസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 1870കളിലോ 90ലാ മറ്റോ മാർക്സിൻ്റെ ഭരണശേഷം എഴുതിയൊരു കത്തിലാണ് പറയുന്നത്. എംഗൽസ് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് എന്താണ്,
പ്രാഥമികമായ യാഥാർത്ഥ്യങ്ങളുടെ നിർമ്മിതിയുടെ പ്രാഥമിക അടിസ്ഥാന ഉൽപാദന വ്യവസ്ഥയാണ്. ഇതാണ് ഞങ്ങൾ ഊന്നി പറയാൻ ശ്രമിച്ചത്. അതല്ലാതെ ആശയങ്ങൾക്കും അനുഭൂതികൾക്കും യാതൊരു പങ്കുമില്ലെന്നും അവ ഈ ഉൽപാദന വ്യവസ്ഥയുടെ വെറും അനുബന്ധങ്ങളാണെന്നും ഞങ്ങളെവിടെയും പറയാൻ ശ്രമിച്ചിട്ടില്ല. അന്നത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആശയങ്ങളൊക്കെ അതിഭൗതികമായ ആളുകളുടെ തലയിൽ ജനിക്കുന്നതോ ദൈവാനുഗ്രഹം കൊണ്ട് കൈവരുന്നതോ ആണ് എന്ന വാദത്തിന് മേൽക്കൈയുണ്ടായിരുന്നത് കൊണ്ട് മറ്റേ ആശയം ഞങ്ങൾക്ക് ഊന്നി പറയേണ്ടി വന്നു. ഇത് വേണ്ടത്ര ശക്തമായി പറഞ്ഞുറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനർത്ഥം ഇവയെല്ലാം വെറും അനുബന്ധങ്ങളാണെന്നോ പ്രതിഫലനങ്ങളാണെന്നോ അല്ല. അങ്ങനെ കരുതുന്നവർ ഞങ്ങളുടെ ആശയത്തെ അർത്ഥശൂന്യവും അസംബന്ധവുമാക്കി മാറ്റുകയാണ്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മിതിയിൽ ഒരൊറ്റ ഘടകമാണ് കേന്ദ്രമായിട്ടുള്ളത്, മറ്റെല്ലാം അനുബന്ധമാണ് എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ടമിയെ രൂപപ്പെടുത്തലാണ്, ബൈനറി തിങ്കിങ് ആണ്, ഡയലക്റ്റിക്കൽ അല്ല. നിർഭാഗ്യവശാൽ മാർക്സിസത്തിൻ്റെ പേരിൽ ധാരാളം ഈ ബൈനറി തിങ്കിങ് കയറി വന്നിട്ടുണ്ട് ചരിത്രപരമായി. അത് സോവിയറ്റ് മാർക്സിസം മുതൽ ഇങ്ങോട്ട് പല വഴികൾ ഈ ബൈനറി തിങ്കിങ്ങിന് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്സിസ്റ്റ് ചിന്താചരിത്രത്തിലുണ്ടായ അത്തരം ചില റിഡക്ഷൻസിനെ നമ്മൾ മാർക്സിസത്തിൻ്റെ തന്നെ എറ്റേണൽ റിഡക്ഷൻ എന്ന് സമീകരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഘട്ടത്തിലുണ്ടായ ദൗർബല്യങ്ങളുണ്ട്, ആശയങ്ങളെ മനസ്സിലാക്കുന്നതിലുണ്ടായ ദൗർബല്യങ്ങളുണ്ട്. മറ്റൊന്ന്, മാനവരാശിയുടെ സ്വാഭാവികമായ ഒരു ആശയപരിണതി ഇങ്ങനെ ആയിരിക്കും എന്ന് ടെലിയോളജിക്കലായിട്ട് വാസ്തവത്തിൽ മാർക്സ് ലക്ഷ്യം വെക്കുന്നുണ്ടോ എനിക്കറിയില്ല. എൻ്റെ വായനയിൽ അങ്ങനെ ഇല്ല എന്നാണ് കേട്ടോ. കാരണം മാർക്സ് ഇങ്ങനെ ഒരു സ്വർഗത്തിലേക്കുള്ള പടിപടിയായ മനുഷ്യവംശത്തിൻ്റെ യാത്രയാണ് ചരിത്രം എന്നൊന്നും കരുതുന്നില്ല. മറിച്ച് എത്തിച്ചേരാവുന്ന ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് അത് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അതായത് റഷ്യൻ കമ്മ്യൂണുകളെ കുറിച്ചിട്ട് വേരാ സസൂലിച്ച് മാർക്സ് ജീവിക്കുന്ന കാലത്ത് മാർക്സിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. റഷ്യൻ കമ്മ്യൂണുകളുടെ ഭാവി എന്തായിരിക്കും? കാരണം ഏതാണ്ട് ഒരു പൊതു ഉടമസ്ഥതയിൽ കൃഷിഭൂമി നിലനിർത്തുക, പൊതുവായിട്ട് അതിനെ കൊണ്ട് നടക്കുക, വിഭവങ്ങളെ പൊതുവായി പങ്കുവയ്ക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണല്ലോ. ഒരു പ്രീമോഡേൺ കൂട്ടായ്മയാണ് റഷ്യൻ കമ്മ്യൂണുകൾ. ബൂർഷ്വാ സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അത് മാറും. അപ്പോൾ സസൂലിച്ച് ഒരു റഷ്യൻ മാർക്സിസ്റ്റാണ്. അവർ മാർക്സിനോട് എഴുതി ചോദിക്കുന്നുണ്ട്. മാർക്സ് രണ്ട് സാധ്യതയാണ് പറഞ്ഞത്. ഒന്നുകിൽ മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗമായി ഈ കമ്മ്യൂണുകൾ ചവിട്ടിയരക്കപ്പെടും, ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ബൂർഷ്വാ ഉൽപ്പാദന വ്യവസ്ഥയിൽ പ്രവേശിക്കാതെ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ ഒരു സ്പ്രിംഗ് ബോർഡായി ഇത് മാറിത്തീരും. ഈ രണ്ട് സാധ്യത അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നാടുവാഴുത്തം, മുതലാളിത്തം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിങ്ങനെ പടിപടിയായിട്ടുള്ള ഒരു സഞ്ചാരപഥം ലോകമാനവരാശിക്ക് ആകമാനമുണ്ട് എന്ന മട്ടിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു സൂചന. നിർഭാഗ്യവശാൽ ഇതൊന്നും അക്കാലത്ത് കാണുകയുണ്ടായില്ല. ഇപ്പോൾ ഒരു വേറൊരു കാര്യം കൂടി, ക്യാപിറ്റലിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വന്ന വിവർത്തനങ്ങളിലൊന്ന് ഫ്രഞ്ച് വിവർത്തനമാണ്. ജോസഫ് റോയ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പണ്ഡിതനാണ് അത് വിവർത്തനം ചെയ്തത്. മാർക്സ് ഏതാണ്ട് കമ്പോട് കമ്പ് പരിശോധിച്ച് തിരുത്തിയ ഒരു വിവർത്തനമാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മൂലധന പാഠങ്ങൾക്കും ആധാരമാക്കേണ്ടത് ഫ്രഞ്ച് വിവർത്തനമാണെന്ന് മാർക്സ് പറഞ്ഞു. പക്ഷെ മാർക്സ് മരിച്ച് ഇതിൻ്റെ ഓതൻറ്റിക് എഡിഷൻ എംഗൽസ് പിന്നെ മൂന്നാം പതിപ്പായിട്ട് പുറത്തു വന്നപ്പോൾ ജർമ്മൻ പതിപ്പിനെ തന്നെയാണ് സ്വീകരിച്ചത്. മാർക്സ് തിരുത്തിയ ഫ്രഞ്ച് പതിപ്പിനെ എംഗൽസ് അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഫ്രഞ്ച് പതിപ്പിൽ മാർക്സ് മൗലികമായൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെവിൻ ആൻഡേഴ്സൺ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകമെമ്പാടുമുള്ള അവികസിത രാജ്യങ്ങൾക്ക് ഇനി യൂറോപ്പിൻ്റെ മാതൃക പിന്തുടരേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു നിരീക്ഷണം ഒന്നാം വള്ളിത്തിലുണ്ട്. അത് ഫ്രഞ്ച് പതിപ്പിൽ മാർക്സ് അതിൽ നടത്തുന്ന ചെറുതെങ്കിലും വളരെ ശ്രദ്ധേയമായ ഒരു തിരുത്തലായിട്ട് ആൻഡേഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നത്, യൂറോപ്പിലെ ഇതര രാജ്യങ്ങൾക്ക് ഇംഗ്ലണ്ടിൻ്റെ മാതൃകയെ തുടരേണ്ടി വരും, വ്യവസായത്തിൽ വികസിതമായ ഇംഗ്ലണ്ടിൻ്റെ മാതൃകയെ തുടരേണ്ടി വരും എന്നാണ്. അതായത് ലോകത്തിൻ്റെ മുഴുവൻ ക്രമം എന്നതിന് പകരം യൂറോപ്പിൻ്റെ ഘടനയിലേക്ക് ഇംഗ്ലീഷ് മാതൃകയെ അദ്ദേഹം ക്രമപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സമൂഹങ്ങളിൽ വ്യത്യസ്തമായ മറ്റൊരു, ഞാനതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്സിസത്തെ ലെനിൻ നിർവഹിച്ച രീതിയിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. സമൂർത്ത യാഥാർത്ഥ്യങ്ങളുടെ സമൂർത്ത വിശകലനം, കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത് മുൻകൂറായി നൽകപ്പെട്ടതല്ല.
കോൺക്രീറ്റ്നെസ് ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് അടിസ്ഥാനപരമായി എന്തുണ്ട്? ജാതി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് യൂറോപ്പിന് അനുഭവവേദ്യമായിട്ടില്ലാത്ത ഒന്നാണ്. ആ മൂർത്തതയെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിയോജിപ്പ് ഈ വയലൻ്റ് ആയിട്ടുള്ള ഒരു റവല്യൂഷൻ, പിന്നീട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊരു, അതിനോടെല്ലാം അദ്ദേഹം വിയോജിക്കുകയാണ് ചെയ്തത്. അതിനെ ഒരു അദ്ദേഹം ഒരു ജനാധിപത്യവാദിയായിരുന്നു. അതെ, ബുദ്ധൻ ഒരു ജനാധിപത്യ സങ്കല്പത്തിലാണ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആ ജനാധിപത്യത്തെ നിരാകരിക്കുന്നതും സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നതുമായ യാതൊരു സങ്കല്പത്തിനും രാഷ്ട്രീയത്തിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊന്നും അല്ല, അതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാർക്സ് ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ വർഗാധിപത്യത്തെ കാണുന്നത് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലെ ഭരണകൂടം, അത് ബൂർഷ്വാസ് ജനാധിപത്യ ഭരണകൂടം ആകട്ടെ, അതിൽ ഇൻഹറൻ്റായ വയലൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ജനാധിപത്യത്തിൻ്റെ ഇപ്പം ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു ബൂർഷ്വാ ജനാധിപത്യം ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും അതിൻ്റെ അടിസ്ഥാനത്തിലാക്കിയില്ല. അതായത് അസമത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഘടനയെ ഇൻഹറൻ്റായി നിലനിർത്തിക്കൊണ്ടാണ് ലോകത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും നിലനിന്നത്. അപ്പോൾ ജനാധിപത്യത്തിനകത്തുള്ള ഈ ഹിംസാത്മകമായ ചൂഷണത്തെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. ഇവിടെ ഹിംസ എന്ന് പറയുന്നതിന് നമ്മൾ കാണേണ്ടത് സിസ്റ്റമിക് വയലൻസ് ആണ്, പേഴ്സണൽ വയലൻസ് അല്ല. ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പണ്ട് പറഞ്ഞൊരു രസമുള്ള ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഒരു ഓഹരി കമ്പോളത്തിൽ 5 പോയിൻറ്റോ 50 പോയിൻറ്റോ കുറയുമ്പോൾ അത് വലിയ വാർത്തയാവുകയും, എന്നാൽ കയറി കിടക്കാൻ വീടില്ലാത്ത ഒരാൾ തെരുവിൽ കിടന്ന് മരിക്കുമ്പോൾ അത് വാർത്തയല്ലാതാവുകയും ചെയ്യുന്നതും ഹിംസയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നെല്ലാം പറയുന്നതിൽ ഇൻഹറൻ്റായ ഒരു വയലൻസ് ഉണ്ട്. അത് എന്താണ്? ലിബർട്ടി എന്ന് പറയുന്നതിന് സമീർ അമീൻ പറയുന്നത് പോലെ എന്തിനുള്ള സ്വാതന്ത്ര്യം? ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, നോട്ട് ഫോർ ഫ്രറ്റേണിറ്റി, നോട്ട് ഫോർ ഇക്വാലിറ്റി. ലിബർട്ടി ഉണ്ട്, എന്തിനാണ്? എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ, എല്ലാവർക്കും സ്വത്ത് സമ്പാദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ എല്ലാവർക്കും സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ ബൂർഷ്വാ ജനാധിപത്യം, അംബേദ്കർ അടക്കമുള്ള ആളുകൾ ആദർശപരമായി കാണുന്ന ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇൻഹറൻ്റായൊരു വയലൻസ് ഉണ്ടെന്നാണ് മാർക്സിസ്റ്റുകൾ കരുതുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ഒരർത്ഥത്തിൽ അംബേദ്കർ ഇപ്പോൾ ബുദ്ധ ഓർ കാൾ മാർക്സിൽ ഈ ബുദ്ധൻ പോലും വയലൻസിനെ അനുവദിച്ചു നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രോപ്പർട്ടിയുടെ ദേശസാൽക്കരണം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ വയലൻസിനെ പരിധിയിലാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നത്. എവിടെയാണ് വയലൻസ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ അല്ല, വയലൻസിനോട് അംബേദ്കർക്ക് അടിസ്ഥാനപരമായ ഒരു വിയോജിപ്പുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ബാല്യകാലത്തെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ചില സ്വാധീനങ്ങളൊക്കെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ബേസിക്കലി വയലൻസ് എന്ന് പറയുന്നതിന് ഒരു സമരരീതി, ആ വയലൻസ് സത്യാഗ്രഹത്തെ പോലെ അദ്ദേഹം ചിലപ്പോൾ ഒരു വയലൻസ് ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ഗാന്ധിയോടുള്ള വിയോജിപ്പുകളൊക്കെ അതും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വയലൻസിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഫണ്ടമെൻ്റലാണ്. പക്ഷെ ഞാൻ ഒക്കെ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, മാർക്സിസ്റ്റുകൾ ഭരണകൂടത്തെ കാണുന്ന സമയത്ത് അത് എത്രമേൽ ജനാധിപത്യപരമാണെന്ന് പുറമേ കരുതിയാലും ആ ജനാധിപത്യത്തിനുള്ളിൽ ഹിംസാത്മകമായ ഒരു ഘടന നിലനിൽക്കുന്നുണ്ട്. ഈ ഘടനാപരമായ ഹിംസാത്മകതയോടുള്ള എതിർപ്പ് എന്നുള്ള നിലയിലാണ് മാർക്സിസ്റ്റുകൾ വയലൻസിനെ കാണുന്നത്. അല്ലാതെ ഒരാളെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ള പലപ്പോഴും വളരെ ലഘൂകരിക്കപ്പെട്ട നിലയിലാണ് വയലൻസ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. അതെ, അതുപോലെ തന്നെ അംബേദ്കർ പറയുന്നത് ഇപ്പോൾ മാർക്സിസത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതെ, പക്ഷെ അതിനൊരു ധാർമ്മികമായ ഒരു വശം കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. മാർക്സ് ആണെങ്കിൽ അതിനെ മതത്തെ ഈ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? അല്ല, മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിനെ സംബന്ധിച്ച് ലോകമെമ്പാടും നടന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം വന്നിട്ടുള്ളത് മാർക്സിസത്തിന് ഒരു എത്തിക്കൽ ഡയമെൻഷൻ ഇല്ല എന്ന ഒരു വിമർശനം ആദ്യകാലം മുതലേ ഉണ്ട്. ഇപ്പോൾ പക്ഷേ അതിലും ഒരു മറുപുറമുണ്ട് കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ ഈ കൗതുകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കേരളത്തിൽ ഈ പ്രശ്നം വളരെ മൗലികമായിട്ട് അഡ്രസ്സ് ചെയ്ത ഒരു ചിന്തകനുണ്ട്, കെ ദാമോദരൻ. ദാമോദരൻ 60കളിലൊരു പുസ്തകം എഴുതുന്നുണ്ട്, ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അദ്ദേഹം അതിനെ കാണുന്നത് എന്താ വെച്ചാൽ, മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സമുദായം എന്നുള്ളത് അടിസ്ഥാനപരമായൊരു ധാർമ്മിക സമുദായമാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്നറിയാം, ഈ ഇപ്പോൾ നിങ്ങൾ രാത്രി നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ നിലക്ക് എഴുതുകയാണ്, 65 മറ്റോ ആണ്.
ഒരാൾ കയ്യിൽ ഒരു ബാഗിൽ 1,00,000 രൂപയായിട്ട് വരുന്നത് മനസ്സിലാക്കിയാൽ അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി ആ പണം തട്ടിയെടുക്കാമെന്ന് 100-ൽ 90 പേരും കരുതില്ല. എന്തുകൊണ്ട് കരുതില്ല? പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതുന്ന ഒരു അടിസ്ഥാന ധാർമ്മിക നിലപാട് മനുഷ്യർക്കുണ്ട്. അതായത് ധാർമ്മികത മാനുഷികതയിൽ നിലീനമായൊരു മൂല്യമാണ് എന്നും, എന്നാൽ ആ ധാർമ്മികതയെ ആവിഷ്കരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് മനുഷ്യർക്ക് വർഗവിഭജിതമായ സമൂഹത്തിൽ കഴിയുന്നില്ല എന്നും, അതുകൊണ്ട് മനുഷ്യരിലുള്ള ധാർമ്മികതയുടെ ഒരു പൂർണ്ണാവിഷ്കാരത്തിന് വഴി തുറക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സമുദായമെന്നും ദാമോദരൻ അതിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു എത്തിക്കൽ ഡയമെൻഷൻ മാർക്സിസത്തിന് നൽകാനുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിച്ച് മാർക്സിസത്തെ വിശദീകരിക്കാനുള്ള ഒറ്റതിരിഞ്ഞ ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൗട്സ്കി ചിലത് എഴുതുന്നുണ്ട്, ബുഖാറിൻ ചില ഘട്ടത്തിൽ എഴുതുന്നുണ്ട്. പക്ഷെ നമ്മളൊരു മെയിൻ സ്ട്രീം ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ മാർക്സിസത്തിൻ്റെ എടുത്ത് പരിശോധിച്ചാൽ എത്തിക്കൽ ഡയമെൻഷനെ കുറിച്ചുള്ള ആലോചനകൾ കുറവാണ് എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, മാർക്സിസത്തിൻ്റെ ഒരു ലാർജർ സെൻസിബിലിറ്റിയിൽ ഒരു നൈതികത, ധാർമ്മികത എന്ന് പറയുന്ന അംശം ഇംപ്ലൈഡ് ആണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമുണ്ടല്ലോ, ഒരുവൻ അപരൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു സമൂഹം എന്നത് അതൊരു എത്തിക്കൽ സൊസൈറ്റിയാണ്. ഒരർത്ഥത്തിൽ അംബേദ്കർ മൈത്രി എന്ന് പറയുന്ന ആശയത്തിൻ്റെ മറ്റൊരു ഭാഷയിലുള്ള ആവിഷ്കാരമാണ്. ആരോടും വെറുപ്പില്ലാതിരിക്കുക, തനിക്ക് കൈവരുന്ന ആഹ്ലാദം മറ്റെല്ലാവർക്കും കൈവരണമെന്ന് കരുതുക, എല്ലാറ്റിനോടും തുറസുള്ളതായിരിക്കുക എന്നൊക്കെ അംബേദ്കർ മൈത്രിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് സമുദായത്തെക്കുറിച്ചുള്ള ഈ ഒരു ആദർശാത്മകതയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചേരുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചേരാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചേരാത്തതിനെ കൃത്രിമമായി ചേർക്കാൻ വേണ്ട, ചേർച്ചയുള്ളതിനെ മറച്ചു പിടിക്കാൻ വേണ്ട. എൻ്റെ പൊസിഷൻ അതാണ്. അങ്ങനെ നമുക്ക് ഈ കാസ്ട്രകളുടെയും അതുപോലെ തന്നെ വർഗസമരത്തെയും നമുക്ക് അർത്ഥവത്തായ രീതിയിൽ ഐക്യപ്പെടുത്താൻ കഴിയേണ്ടതാണ്. അതിനുള്ളൊരു പ്രായോഗിക കാര്യപരിപാടി വികസിപ്പിക്കേണ്ടതാണ്. നിശ്ചയമായിട്ടും അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞാൻ കരുതുന്നത് ഊന്നലുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ നവീകരണത്തിന് ഈ ജാതിബന്ധങ്ങളിൽ നിന്നുള്ള അതിൻ്റെ വിടുതി ഒരു ഭാഗത്ത് പ്രധാനമാണ്. മറുഭാഗത്ത് ഇന്ത്യയിലെ ഒരു ബൂർഷ്വാ ഭൂപ്രഭു ബന്ധങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ ഉൽപാദന ഘടകങ്ങളെ അല്ലെങ്കിൽ ഉൽപാദന സംവിധാനത്തെ പുറത്തു കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂപ്രഭുത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വ്യവസ്ഥ മാറ്റമില്ലാതെ നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി നശിക്കുകയോ, ജാതി നശിക്കാതെ ഇത് മാത്രമായിട്ട് നശിക്കുകയോ ചെയ്യില്ല. വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഫ്യൂഡൽ ബൂർഷ്വാ റിലേഷൻസിനെ തിരുത്താതെ, അട്ടിമറിക്കാതെ ജാതിബന്ധങ്ങളുടെ നിർമ്മാർജ്ജനം സാധ്യമല്ല. തിരിച്ച് ജാതിബന്ധങ്ങളെ ഉന്മൂലനം ചെയ്യാതെ ഈ ബൂർഷ്വാ ഭൂപ്രഭു ഉൽപാദന ബന്ധങ്ങളെ മാറ്റാനും കഴിയില്ല. അത്രയും ഇൻ്റർ റിലേറ്റഡ് ആണ്. പക്ഷേ ആ ഇൻ്റർ റിലേഷനെ സൈദ്ധാന്തികമായി തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിന് ഒരു പ്രായോഗിക രൂപം നൽകാനായിട്ട് കഴിയും. അംബേദ്കർ പറഞ്ഞതുപോലെ ഈ ഹിന്ദു മതത്തെയും ഈ സൈക്രഡ് ടെക്സ്റ്റുകളെയും ബോംബ് വെച്ച് തകർത്താൽ ഇല്ലാതാവുന്നതല്ല ഇന്ത്യയിലെ ജാതി. പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ ഹിന്ദുമതത്തെ ഇല്ലാതാക്കാതെ ഈ വ്യവസ്ഥ ഇല്ലാതാക്കുക. അത് അദ്ദേഹം സുചിന്തിതമായി എടുത്ത ഒരു നിലപാടാണ്. ഒരു സംശയമില്ല. അല്ല, അദ്ദേഹം, ഞാനീ പറഞ്ഞ ഉദാഹരണത്തിൽ അദ്ദേഹം പറയുന്നത് ബ്രഹ്മവാദത്തിലുണ്ടായിരുന്ന ഈ ആശയങ്ങളെ ബ്രാഹ്മണ്യം വിഴുങ്ങി. ആ ബ്രാഹ്മണ്യം വിഴുങ്ങിയ ഒന്നിനെയാണ് നമ്മളിപ്പോൾ ഹിന്ദുമതം എന്ന് കാണുന്നത്. അതുകൊണ്ട് ഹിന്ദുമതത്തിലെ ഇപ്പം സഹോദരൻ അയ്യപ്പൻ പറയുന്ന പോലെയാണ്, ജാതിയില്ലാത്ത ഹിന്ദുമതം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കടൽ വെള്ളം എന്ന് പറയുന്നത് പോലെ ഒരു ഏർപ്പാടാണ്, അസാധ്യമായൊരു കാര്യമാണ് എന്ന് അയ്യപ്പൻ മാഷ് പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ താർക്കികമായ പ്രസ്താവനകളെക്കാൾ നമ്മൾ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ കുറെ കൂടി സങ്കീർണവും സമഗ്രവുമായ നിലയിൽ പരിശോധിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ഹിന്ദുമതം എന്ന് നമ്മൾ വിളിക്കുന്ന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതൊരു ബ്രാഹ്മണ പ്രത്യയശാസ്ത്രമാണ്. ഹിന്ദുമതം എന്നൊക്കെ ഉള്ളത് ഔപചാരികമായ ഒരു പുറംപേരാണ്, അടിസ്ഥാനപരമായ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്ര വ്യവഹാരത്തെ തകർക്കാതെ നമുക്ക് ഇന്ത്യയിലെ ഒരു വിമോചനവും സാധ്യമല്ല. മുതലാളിത്ത സംവിധാനങ്ങൾ അവരുടെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഈ മിച്ചമൂല്യത്തെ ഏറ്റവും ലാഭകരമായ രീതിയിൽ കുറിച്ചെടുക്കുന്നതിന് വേണ്ടി വർണ്ണവ്യവസ്ഥയുമായി സന്ധി ചെയ്യുന്നു.
അങ്ങനെ ഒരു പ്രൊലറ്റേറിയറ്റ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതാക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ഈ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാതെ നമുക്കൊരു അർത്ഥപൂർണമായ ക്ലാസ് സ്ട്രഗിൾ സാധ്യമാവില്ല. അല്ല, ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെയും ഏറ്റെടുക്കാതെയും വർഗവിമോചനത്തിലെ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ അംബേദ്കറെ നമ്മുടെ മാർക്സിയൻ ചിന്താ പദ്ധതിയിലേക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയേണ്ടതല്ലേ? അബ്സോർബ് ചെയ്യാന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് പ്രായോഗികമായി ചേരാവുന്ന ഇടങ്ങളുണ്ട്, അതേസമയം തത്വശാസ്ത്രപരമായി വിയോജിപ്പ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ വിയോജിപ്പുകളെ മുഴുവൻ ഇപ്പോഴേ നമ്മൾ സൈദ്ധാന്തിക, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്രിമമായിട്ട് നമ്മൾ ഇതിനെ സമീകരിക്കേണ്ട. ഏത് അംബേദ്കർ ഈസിക്കൽ ടു മാർക്സ് എന്നോ മാർക്സ് ഈസിക്കൽ ടു അംബേദ്കർ എന്നോ പറയേണ്ടതില്ല. പക്ഷെ ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ആലോചനയിൽ മാർക്സിന്റെ എന്താ പറയുക ഉൽപാദന വ്യവസ്ഥാ വിശകലനവും അംബേദ്കറുടെ ജാതി ഘടനയെ മുൻനിർത്തുന്ന വിശകലനവും പ്രധാനമാണ്. അവയെ കൂട്ടിയിണക്കുന്ന ഒരു സമര പരിപാടി ഉണ്ടാക്കാൻ, പ്രായോഗിക പരിപാടി ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ്. നിർഭാഗ്യവശാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും പലപ്പോഴും പ്രവർത്തിച്ചത് എന്നുള്ള പരിമിതിയുണ്ട്. ആ പരിമിതിയെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, മിക്കവാറും ഇത് എന്താ പറയുക കാറ്റഗോറിക്കലി ഓപ്പോസിഷണലാണ് എന്ന വാദം വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. എൻ്റെ ഒരു അടിസ്ഥാന വാദം ഞാൻ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഘടകത്തെ എസെൻഷ്യലൈസ് ചെയ്ത് ഇത് മാത്രമാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ റിയാലിറ്റിയെ ഒരു പ്രോസസ്സായിട്ട് കാണുന്നില്ല. സോഷ്യൽ റിയാലിറ്റി പ്രോസസ്സാണോ എസെൻസ് ആണോ? ഇതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ജാതി മാത്രമാണ്, വർഗം മാത്രമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് മാത്രമാണ്, ഒരു ടെക്സ്റ്റിന് ഒരർത്ഥം മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഒന്ന് മാത്രമാണ് എന്ന നിലയിൽ ചോദിച്ചാൽ ഞാനതിനെ വളരെ ബഹുരൂപിയായി കാണണം എന്ന വീക്ഷണമുള്ള ആളാണ്. അതുകൊണ്ട് അംബേദ്കർ ബോധപൂർവം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള സൂക്ഷ്മ വിചിന്തനത്തിൽ നിങ്ങൾക്ക് ആ ജാതി വ്യവസ്ഥയുടെ ഉൽപാദനപരമായ ഉള്ളടക്കത്തെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആധുനിക ഇൻഡസ്ട്രിയൽ തൊഴിലാളി വർഗത്തിൻ്റെ അതേ സ്വഭാവം പ്രാചീന ഉൽപാദന വ്യവസ്ഥയിൽ ജാതിക്കുണ്ടോയെന്ന് വെക്കുകയല്ല, മറിച്ച് ഈ ജാതി എന്ന് പറയുന്നതിന് ഉൽപാദന വ്യവസ്ഥാപരമായ, ഞാൻ നേരത്തെ പറഞ്ഞ കുസാംബിയൊക്കെ പറയുന്ന കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ പരമാവധി ഉച്ചമൂല്യം കവർന്നെടുക്കുന്ന സാമൂഹ്യ അവബോധ രൂപത്തിൻ്റെ സാമൂഹ്യ അവബോധ നിർമ്മിതിയുടെ മതാത്മക രൂപം. ഞാനതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് വന്ന പുതിയ മുതലാളിത്ത സമ്പദ്ഘടനയ്ക്കകത്ത്, നിയോലിബറൽ സമ്പദ്ഘടനയ്ക്കകത്ത് ബഹുജനങ്ങൾക്ക് അവർ റിസോഴ്സസ് ഉറപ്പുവരുത്താനുള്ള പൊളിറ്റിക്സ് കൊണ്ടുവരുന്നതാണ്. ഏതാണ് നമുക്കത്? ഇപ്പോൾ സ്റ്റേറ്റ് സോഷ്യലിസത്തിന് കഴിയാത്ത രീതിയിലുള്ള ഇടപെടൽ സാധാരണ ഒരു ബഹുജൻ പൊളിറ്റിക്സ് വഴി നിയോലിബറൽ സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ബഹുജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കുമോ എന്നുള്ളതാണ്. ഞാനങ്ങനെ വ്യക്തിപരമായി കരുതുന്നില്ല. കാരണം നമ്മുടെ ഉൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുതലാളിത്ത ഉൽപാദനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയേക്കാൾ കീഴ്ത്തട്ട് ജനതയുടെ വിഭവ അധികാരത്തെ ഉറപ്പിക്കുന്നുണ്ട് എന്ന് കരുതാൻ പ്രയാസമാണ്. നമ്മുടെ മുമ്പിലുള്ള ചരിത്രാനുഭവം. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കണക്കും വേണമെങ്കിൽ എടുത്ത് നോക്കാമല്ലോ. ഏറ്റവും സിമ്പിളായ ഒരു കണക്കെടുത്താൽ, ഇപ്പോൾ നിയോലിബറലിസത്തിൻ്റെ ഒരു 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി. ഇപ്പോൾ ചൈനയും അമേരിക്കയും ജർമ്മനിയും കഴിഞ്ഞാൽ ഇപ്പം 4ാമത്തെ സമ്പദ്ഘടനയായിട്ട് ഇന്ത്യ മാറി എന്നാണല്ലോ കണക്കുകൾ വെച്ചിപ്പോൾ പറയുന്നത്. അതേ ഇന്ത്യയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 112ാമത്തെ സ്ഥാനത്താവുന്നത്. അതിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗം തന്നെയായിരിക്കും. സംശയരഹിതമായിട്ടും ഈ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് ജനത വിഭാഗം തന്നെയാണല്ലോ ഈ പിന്നാക്കത്തിലേക്ക് തള്ളി മാറ്റപ്പെടുന്നത്. നമ്മുടെ ജാതിയിലേക്ക് നോക്കും, സാമൂഹ്യ ശ്രേണീപരമായി താണ നിലയിലാണെന്ന് മാത്രമല്ല 99% സാമ്പത്തികമായിട്ടും അതിദരിദ്ര സ്ഥിതിയിലാണല്ലോ. അതുകൊണ്ട് ദാരിദ്ര്യവും ജാതിയും തമ്മിലുള്ള കെട്ടുപണയൽ ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക വളർച്ചയൊന്നും അതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഒരു തെളിവുമില്ല. കേരളത്തെ മുൻനിർത്തി നമുക്ക് ചിലതൊക്കെ പറയാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ സാമൂഹ്യ പരിവർത്തനം കേരളത്തിൽ വളരെ പ്രബലമായ ഒരു മധ്യവർഗത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. ആ മധ്യവർഗത്തിന് ഇന്ന് മുതലാളിത്ത വളർച്ച നൽകുന്ന ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അവരവരുടെ സാമൂഹ്യ പദവി വിമോചിപ്പിക്കുന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് വെച്ച് നിങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ആലോചനയ്ക്ക് മുതിർന്നു കഴിഞ്ഞാൽ കേരളവും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും നമുക്ക് വാസ്തവത്തിലില്ല.
എന്നാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകൾക്കെതിരെ അംബേദ്കറൈറ്റുകൾ ഉയർത്തിയ വിമർശനത്തിൻ്റെ മറുവശമാണിത്. ഉൽപ്പാദന പ്രക്രിയയിലെ മാറ്റങ്ങൾ ഇതില്ലാതാക്കല്ല എന്ന വിമർശനം ഉന്നയിക്കുന്നതിന് ഇപ്പുറത്ത് മൂലധനം ജാതിയെ ഇല്ലാതാക്കുമെന്ന ഒരു മിത്തിൽ വിശ്വസിക്കുക എന്നുള്ള തലത്തിലേക്ക് അവർ മാറുന്നു. ഞാനതിൽ കരുന്നില്ല കേട്ടോ. മൂലധനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജാതി വളരെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം മൂലധനം വളർച്ച ഉണ്ടായ സമൂഹങ്ങളിലൊക്കെ ജാതി പോകണമല്ലോ. അതെ, ജാതി പോവുകയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോഴും സ്വർണ്ണക്കട തുടങ്ങിയ അരിപ്രാഞ്ചി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഏറ്റവും മേൽത്തട്ടിലും ജാതി ശക്തമാണ്, ഏറ്റവും കീഴ്ത്തട്ടിലും ജാതി ശക്തമാണ്. ഈ വിഭവ വിതരണം ജാതി വിമോചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മനസ്സിലാക്കുന്നതിൽ അംബേദ്കർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് ഒരു സ്റ്റേറ്റ് സോഷ്യലിസം വേണം എന്നുള്ളത്. പക്ഷെ പിന്നീട് വന്ന അംബേദ്കറൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനങ്ങളെല്ലാം ആ ഒരു ഭാഗത്തെ മാറ്റിവെക്കുകയും ഐഡൻറ്റിറ്റിയിൽ മാത്രം ഊന്നിയ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളതായിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങളുടെ ഒരു സംയോജനത്തിലൂടെയാണ് ഏത് യാഥാർത്ഥ്യം നിലവിൽ. സിംഗിൾ കോസ് സിംഗിൾ എഫക്റ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിലില്ല. അത് നമ്മൾ കൃത്രിമമായിട്ട് യാഥാർത്ഥ്യത്തിൽ ആരോപിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജാതിയുടെ ഭൗതികാധാരം ഏതാണ്? ജാതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭൗതികാധാരം വിഭവശേഷിയുടെ പ്രശ്നമാണ്, വിഭവാധികാരം എന്ന പ്രശ്നമാണ്. ഈ വിഭവാധികാരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഭൂപരിഷ്കരണത്തോടാണ്, ഭൂവിതരണത്തോടാണ്. അപ്പോൾ ആ ഭൂപരിഷ്കരണവും ഭൂമിയുടെ വിതരണവും വിഭവാധികാരവും വളരെ അടിസ്ഥാനപരമായൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയണം. അത് പരിമിതമായ അർത്ഥത്തിലെങ്കിലും, അല്ലെങ്കിൽ പരിമിതികൾ ആരും വിമർശനപരമായിട്ട് ഉന്നയിക്കാമെങ്കിലും, അത് ഏറ്റെടുത്തൊരു മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ലെഫ്റ്റാണല്ലോ ഇന്ത്യൻ സാഹചര്യത്തിൽ. അല്ലാതെ ഇന്ത്യയിലെ കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ റൈറ്റിസ്റ്റ് BJP പോലുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. BSP ചെയ്തിട്ടില്ല. ഇപ്പം BSP ഒക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു വെറും ഉപശാല മാത്രമായിട്ട് അത് മാറിയില്ലേ. ഇപ്പോൾ UP-യിൽ തെരഞ്ഞെടുപ്പുകളിൽ BJP-യെ ജയിപ്പിക്കുന്ന നിലയിൽ ആ BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം മാത്രമാണ് ഇപ്പോൾ BSP കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയണത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന്, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. തിയററ്റിക്കലി പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡാണ്. ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് അംശങ്ങളുണ്ട്. നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് എത്രയോ ഘടകങ്ങൾ ചേർന്ന ഒരു സംയോജിതാവസ്ഥയാണ്. ആ സംയോജിതാവസ്ഥയിൽ ജാതിയുണ്ട്, ലിംഗപദവിയുണ്ട്, മതമുണ്ട്, ഭാഷയുണ്ട്, പ്രദേശമുണ്ട്, സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇതെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കോംപ്ലിക്കേഷൻ്റെ അകത്താണ് ഏത് സോഷ്യൽ ഐഡൻറ്റിറ്റിയും നിലനിൽക്കുക. അതിലൊന്നിനെ മാത്രം ഫ്രീസ് ചെയ്ത് ഇതാണ് യാഥാർത്ഥ്യത്തിൻ്റെ ഒരേ ഒരു പ്രതലം എന്ന് പറയുന്നിടത്ത് തിയററ്റിക്കലി അത് എസെൻഷ്യലിസമാണ്, സത്താവാദമാണ്. അതായത് യാഥാർത്ഥ്യത്തിൻ്റെ കോംപ്ലക്സിറ്റിയെ, അതിലുള്ളടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യാത്മകതയെ നിരസിച്ച് അതിനെ ഏകമാനമായ ഒരു സത്തയിലേക്ക് സംഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അത് അടിസ്ഥാനപരമായി മാർക്സിസ്റ്റുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടല്ല. യാഥാർത്ഥ്യത്തിനുള്ളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, അതിനർത്ഥം ഇതില്ല എന്നല്ല. ഇതിന് പകരം മറ്റേതെങ്കിലും ഒരു ഘടകത്തെ കൊണ്ടുവന്നാൽ പ്രശ്നം തീരുമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വർഗബന്ധത്തിനുള്ളിൽ ജാതിയുണ്ട്, വർഗബന്ധത്തിനുള്ളിൽ ലിംഗപദവിയുണ്ട്, വർഗബന്ധത്തിനുള്ളിൽ സാമൂഹികമായ നിരവധി പ്രതലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ വർഗം എന്നതൊരു മൂർത്തമായ പ്രക്രിയക്കുള്ളിലാണ്, അല്ലാതെ മുൻകൂറായി നൽകപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതുപോലെ തന്നെയാണ് സ്വത്വം എന്ന് പറയുന്നത്. നിങ്ങൾ സ്വത്വം എന്ന് പറയുന്നത് ചരിത്രപരമായി കൈവന്നതാണ്. പല ബലങ്ങളുടെ ഒരു കൺവർജൻസിലാണ് ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നത്. അതിനെ ഫ്രീസ് ചെയ്ത് ഒരു ഫിക്സഡ് പൊസിഷനിൽ നിർത്തിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല എന്ന് കരുതുകയും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരല്ലാത്തതെല്ലാം ശത്രുക്കളാണ് എന്ന് വിചാരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലളിത യുക്തിയിലേക്ക് പോകും. തങ്ങളല്ലാത്തവരൊക്കെ തങ്ങളുടെ ശത്രുക്കളാണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഒരു വിമോചനവും സാധ്യമല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. മനുഷ്യരെന്ന നിലയ്ക്കുള്ള ഒരു സാർവത്രികമായ ഒരു സാഹോദര്യ ഭാവന നിലനിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായി ജീവിക്കാനും പറ്റില്ല, മറ്റൊരാളുടെ വിമോചനത്തിന് വേണ്ടി സംസാരിക്കാനും പറ്റില്ല. മനസ്സിലായില്ല? അതും അംബേദ്കറുടെ അവസാനത്തെ മൈത്രി എന്നുള്ള പോയിന്റിൻ്റെ പരമപ്രാധാന്യതാണ്. എല്ലാറ്റിനോടുമുള്ള തുറസ്, സർവചരാചരങ്ങളോടുമുള്ള സ്നേഹം, തനിക്ക് കൈവന്ന ആഹ്ലാദം മറ്റെല്ലാവർക്കും കൈവരണമെന്ന സമർപ്പണം,
ആരോടുമുള്ള വെറുപ്പില്ലായ്മ. 4 മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ 4 മൂല്യങ്ങൾ നമ്മളെ നയിക്കുന്നത് എവിടേക്കാണ്? സാർവത്രികമായൊരു സാഹോദര്യ ഭാവനയാണ് അദ്ദേഹം മൈത്രിയാകുന്നത്. അവിടെ ഈ സാഹോദര്യം പോരാ, മൈത്രി വേണമെന്ന് അദ്ദേഹം പറയുന്നത് സാഹോദര്യം മാനുഷികമായി പരിമിതപ്പെട്ടതാണ്, മൈത്രി യൂണിവേഴ്സലാണെന്ന് കരുതിയിട്ടാണ്. അത്രയും വലിയ ഒരു ആശയത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ നമ്മുടെ ഇടുങ്ങിയ ഒരു കക്ഷിതല ബോധത്തിലേക്ക് ചുരുക്കിയിട്ട് അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സങ്കടകരമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അംബേദ്കറുടെ ചിന്താജീവിതത്തിൻ്റെ വിശാല മാനത്തെ എടുത്താൽ തർക്കങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും അംബേദ്കറേറ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടയിൽ വലിയൊരു ഐക്യത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇടതുപക്ഷവും തിരിച്ചറിയേണ്ടതുണ്ട്, അംബേദ്കറേറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒറ്റതിരിഞ്ഞ നിലയിൽ ആ ശ്രമങ്ങളുണ്ട് കേട്ടോ, അതില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. സർവകലാശാലകളിലൊക്കെ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംവരണവുമായി ബന്ധപ്പെട്ടിട്ട് EWS ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു. ഈ ഇടതു പ്രസ്ഥാനങ്ങളുടെ ഒരു നിലപാട് രൂപീകരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്തരമൊരു നിലപാട് EMS എടുത്ത സമയത്ത് അതിനെ തിരുത്തിയ ഒരു പ്രസ്ഥാനം പിന്നീട് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സംവരണത്തിൻ്റെ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവരുന്നതിനെ പരിപൂർണമായി അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. അത് ഒന്ന് പറഞ്ഞു പോകേണ്ടതാണ്. അല്ല, അതിനോടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ആ ഘട്ടത്തിൽ തന്നെ എഴുതിയിരുന്നു. അത് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചർച്ച വന്ന സമയത്ത് ഞാൻ അത് വിശദീകരിച്ചിരുന്നു. എനിക്കതിനോടുള്ള അടിസ്ഥാനപരമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ പറയണത് അത്തരം വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്കതിനോട് വിയോജിക്കാം എന്ന് വെച്ച് ലെഫ്റ്റിൻ്റെ ആകമാനമുള്ള ഒരു ഹെറിറ്റേജിനെ, ലെഗസിയെ നിങ്ങൾ ആ ഒരു പോയിന്റിലേക്ക് ചുരുക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് വിമോചന സങ്കല്പത്തിലുണ്ടായ ചില ബ്ലൈൻഡ് സ്പോട്ട്സ് അതിനെ സ്വാംശീകരിക്കുകയും ഇതിനോട് ചേർക്കുകയും അല്ലേ യഥാർത്ഥത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിനെ പൂർവ്വനിശ്ചിതമായ ചില സ്ഥാനങ്ങളായിട്ട് വെച്ചിട്ട് അതും ഇതുമായിട്ട് ചേരുമെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 1840 മുതൽ ഏതാണ്ട് 1990 വരെയുള്ള അരനൂറ്റാണ്ടിനിടയിലുള്ള മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ചിന്താപരിണാമം, ലെനിൻ മുതൽ ഇങ്ങോട്ടുള്ള ഗ്രാംഷിയും മറ്റാളുകളും വികസിപ്പിച്ചു കൊണ്ടുവന്ന ആശയാവലികളുടെ ചരിത്രം, ഇതെല്ലാം ചേർത്ത് വെച്ചൊരു മാർക്സിസ്റ്റ് ഡിസ്കഴ്സീവ് ഫ്രെയിമിനെ സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ മാർക്സിസത്തെക്കുറിച്ച് സംസാരിക്കാൻ. അല്ലാതെ ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് മാർക്സിസത്തെ അങ്ങ് ഫ്രീസ് ചെയ്തിട്ട് അതാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിപ്പോകും. അത് നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യുള്ളൂ. ഈ മാർക്സും അംബേദ്കറും തമ്മിലുള്ള സംവാദങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ പബ്ലിക് ഡിസ്കോഴ്സിൽ ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഈ സംവാദത്തെ അർത്ഥരഹിതമാക്കുന്ന ചോദ്യങ്ങളാണ്. അത്തരം ചില ബൈനറികളിലേക്ക് ഈ ഡിസ്കഷൻസ് ചുരുങ്ങി പോകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ കരുതുന്നത്, ഒന്ന്, ഈ ജാതി വർഗം എന്ന് പറയുന്ന 2 കാറ്റഗറികളെ അന്യോന്യം എന്താ പറയുക, എക്സ്ക്ലൂസീവായിട്ട് പ്രതിഷ്ഠിക്കുക. ഒന്നിൽ മറ്റൊന്നില്ല, ഇതിലതില്ല അതിലിതില്ല എന്ന മട്ടിൽ 2നെയും 2 കാറ്റഗറികളാക്കി മാറ്റിക്കൊണ്ടുള്ള വിശകലന രീതി അടിസ്ഥാനപരമായി യാഥാർത്ഥ്യത്തിന് പുറത്താണ് എന്നാണ് എൻ്റെ ഒരു വാദം. അത് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് പല വേഷത്തിൽ വരും. ഒന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ പലപ്പോഴും ഇതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ബോധ്യങ്ങളോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ആദ്യകാല മാർക്സിസ്റ്റുകളുടെ ചില ബ്രാഹ്മണ പശ്ചാത്തലങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്സിസത്തിൻ്റെ സ്വഭാവം നിർണയിച്ചത് എന്ന് പറയും. ഇപ്പൊ മിക്സ് ഓഫ് കമ്മ്യൂണിസം ആൻഡ് ബ്രാഹ്മണിസം, വി.ടി. രണദിവയും അല്ലെങ്കിൽ എസ്.ഐ. ഡാംഗെയും അംബേദ്കറും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് മാർക്സിസത്തിൻ്റെ സ്വഭാവം നിർണയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പം എന്താണെന്നറിയോ, അത് അടിസ്ഥാനപരമായി സാമൂഹ്യ പ്രക്രിയകളെ ഏതെങ്കിലും വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് ചുരുക്കുന്ന അങ്ങേയറ്റം വലതുപക്ഷപരമായ ചരിത്രവിരുദ്ധമായ ഒരു സമീപനമാണ്. ഈ വ്യക്തികളുടെ സ്വഭാവഘടനകളും താല്പര്യങ്ങളുമാണ് ഈ ലാർജർ പ്രോസസ്സിനെ രൂപപ്പെടുത്തിയത്. ഞാൻ പറയുന്നത്, മാർക്സിസത്തിന് ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതിലുള്ള വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാം. അത് രണദിവയുടെ സ്വഭാവഘടനയുടെ പ്രശ്നമാണെന്ന് പറയുന്നതോടെ നിങ്ങൾ സൈക്കോ അനാലിസിസിലേക്കാണ് പോകുന്നത്, സോഷ്യൽ സയൻസിലേക്കല്ല നിങ്ങൾ ചെന്ന് വീഴുന്നത്. അപ്പം അത്തരം വിമർശനങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ജാതി ഒരു സാമൂഹ്യ പ്രതിഭാസമായിട്ട് കാണുകയും അങ്ങനെ കാണുമ്പോൾ തന്നെ അതിനെ വൈരുദ്ധ്യാത്മകമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പലപ്പോഴും നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറയാം,
ഒരു താർക്കിക യുക്തി ഒരു വൈരുദ്ധ്യാത്മക വിചിന്തനം എന്നോ അല്ലെങ്കിൽ ഒരു സമഗ്ര പരിശോധനയ്ക്ക് പകരം താർക്കിക യുക്തി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഒഴിവാക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. താർക്കിക യുക്തിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ തർക്കം പ്രതിഷ്ഠിക്കുകയാണ്. യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ യുക്തി ഉപയോഗിക്കുകയല്ല. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ യുക്തി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ കോൺട്രഡിക്ഷൻസിനെ കാണും. മറിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ തർക്കം ആരോപിക്കുന്ന സമയത്ത് നിങ്ങൾ കെട്ടുപണഞ്ഞ് കിടക്കണ തർക്കം മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് കൂടി നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് വരും. ആ പ്രൊജക്ഷനാണ് ഇപ്പോൾ പലപ്പോഴും നടക്കുന്നത്. നമ്മുടെ മുൻവിധികളെ യാഥാർത്ഥ്യത്തിൽ അടിച്ചേൽപ്പിക്കുക, അല്ലാതെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കലല്ല. അവസാന ഘട്ടത്തിലേക്ക് കിടന്ന നമ്മൾ യഥാർത്ഥത്തിൽ സ്വയം പരിപൂർണമാകാത്ത രണ്ട് വിപ്ലവ ആശയങ്ങളെയാണ് സമീപിക്കുന്നത്. രണ്ടും പരിപൂർണമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടിലെയും ബ്ലൈൻഡ് സ്പോട്ടുകൾ പരസ്പരം സമീകരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഈ രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം ലാൽ സലാം നീൽ സലാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർന്നു. അത്തരം ഒരു ആശയ ഏകീകരണത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യതയുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഫലപ്രദമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതൃ സംവിധാനവും അതിൻ്റെ ഒരു കാഴ്ചപ്പാടും രൂപപ്പെട്ടില്ല. വാസ്തവത്തിൽ അത് വളരെ, കാരണം ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളം 100% എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ധാരാളം ചേർച്ചകളുള്ളതാണ്. ആ ചേർച്ചകളെയാണോ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, വ്യത്യാസങ്ങളെയാണോ എന്നുള്ളത് നമ്മുടെ ഒരു ചരിത്രബോധമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നു. ഇപ്പം എനിക്ക് നിങ്ങൾക്കും ഇടയിൽ വൈരുദ്ധ്യങ്ങളും ഉണ്ട്, സാദൃശ്യങ്ങളും ഉണ്ട്, ചേർച്ചകളും ഉണ്ട്, വിച്ഛേദങ്ങളും ഉണ്ട്. ഈ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ നമ്മൾ ഉന്നേണ്ടത് ഏതിനാണ്? അത് ഞാൻ പറയുന്നത് സത്താപരമായി പരിശോധിക്കരുത്. മറിച്ച് ഈ മൊമെൻ്റ് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ മൊമെൻ്റ് ഇന്ത്യയിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഏകോപനവും അതുവഴി ഇന്ത്യൻ ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പെന്നാണ്. അതിനേക്കാൾ കവിഞ്ഞെന്തെങ്കിലും പ്രാധാന്യം മാർക്സിസ്റ്റുകൾക്കും അംബേദ്കറേറ്റുകൾക്കും ഇടയിലുള്ള തർക്കത്തിനുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിൽ 100% യോജിപ്പാണെന്നുമല്ല. വ്യത്യാസങ്ങൾക്കിടയിലാണല്ലോ ഐക്യം ഉണ്ടാക്കാൻ പറ്റുക. വ്യത്യാസങ്ങളെ മുഴുവൻ റാഡിക്കേറ്റ് ചെയ്തതിന് ശേഷം ഐക്യം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കുന്നു, ഞാൻ ഡിഫറൻ്റ് ആയിരിക്കുന്നു. ആ ഡിഫറൻസിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോമൺ പോയിന്റിലെത്തുന്നു. ആ കോമൺ പോയിൻ്റാണോ ഇന്ന് പ്രധാനം, അതോ നമുക്കിടയിലുള്ള വ്യത്യാസങ്ങളാണോ ഇന്ന് പ്രധാനം? കോമൺ പോയിൻ്റാണ് പ്രധാനം എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് വ്യത്യാസങ്ങൾക്കിടയിലും ഇത് സാധ്യമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ പൊസിഷൻ ഉപേക്ഷിക്കുന്നുവെന്നോ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല. അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക്, അതേസമയം ഇത് ഫാഷിസ്റ്റുകളായിട്ട് സാധ്യമല്ല, ഈ ഐക്യം ഫാഷിസ്റ്റുകളായിട്ട് സാധ്യമല്ല. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ നിലനിർത്തുക, അങ്ങനെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ബോധ്യം. അതായത് ഈ ആൻറ്റഗോണിസ്റ്റിക്കായ ഡിഫറൻസസും ഓപ്പോസിഷനും കാഷ്വലായ ഓപ്പോസിഷനും ഉണ്ട്. സാന്ദർഭികമായി വികസിച്ചു വരുന്ന എന്താ പറയുക തർക്കങ്ങളുണ്ടാവും. അടിസ്ഥാനപരമായി ഒത്തുതീർപ്പില്ലാത്ത തർക്കങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ജനാധിപത്യവാദിയും ഫാഷിസ്റ്റും തമ്മിലുള്ള തർക്കത്തിൽ ഒത്തുതീർപ്പൊന്നുമില്ല. മാർക്സിസ്റ്റുകളും ഫാസിസ്റ്റുകളും തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പുമില്ല. അംബേദ്കറേറ്റുകൾക്ക് ഫാസിസ്റ്റുകൾക്കായിട്ട് ഒത്തുതീർപ്പിലെത്താൻ പറ്റില്ല. അതേസമയം ലിബറൽ ജനാധിപത്യവാദത്തോടോ അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടോ തർക്കമുണ്ട്. പക്ഷെ അത് ഇതുപോലെ ഫണ്ടമെൻ്റൽ അല്ല. ആൻറ്റഗോണിസ്റ്റിക്കായ ശത്രുതാപരമായ വൈരുദ്ധ്യങ്ങളെയും ശത്രുതാപരമല്ലാത്ത അഭിപ്രായ ഭേദങ്ങളെയും ഒരേ ഗണത്തിൽപ്പെടുത്തരുത്. മാർക്സിസ്റ്റുകൾക്കും അംബേദ്കറേറ്റുകൾക്കിടയിലുള്ളത് ശത്രുതാപരമല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നിർഭാഗ്യവശാൽ അതിനെ ശത്രുതാപരമായ വൈരുദ്ധ്യമാക്കി എടുക്കാനാണ് ഈ പല ശ്രമങ്ങളും ഇപ്പം നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ നമ്മൾ തന്നെ ബോധപൂർവം മറികടക്കണം. അതിന് കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കിയ ഒരാളാണ് ഞാൻ. ഫലമൊന്നും ഉണ്ടായതായിട്ട് തോന്നണില്ല. എന്നാലും ആ ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് ഞാൻ ധാരാളം സംസാരിക്കാറുണ്ട് പ്രസംഗങ്ങളിലൊക്കെ. അപ്പോൾ പല ആളുകളും എന്നെ അതിൻ്റെ പേരിലും ചീത്ത പറയാറുണ്ട്, ഇവനെന്താണ് കാര്യം എന്ന്. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പണ്ട് ചീത്ത പറയായിരുന്നു, ഗുരുവിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ചീത്ത പറയായിരുന്നു. കാരണം നിങ്ങൾ സംസാരിക്കേണ്ടത് മുൻകൂറായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മാർക്സത്തെക്കുറിച്ച് പറയുക, മാർക്സിനെ കുറിച്ച് പറയുക, ജമ്മസംഭൂരിപ്പാടിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് പറയുക, മറ്റത് ഞങ്ങൾ പറഞ്ഞോളാം. ഇതിനെതിരെ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അത് കുറേയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ വഴി കേൾക്കുന്നുണ്ട്. ഓക്കെ. ആ അർത്ഥത്തിൽ
ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സൈദ്ധാന്തികമായ നിലപാടുകൾ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു വളർച്ച, ഒരു ദാർശനികമായ ഒരു വളർച്ച. ദാർശനികമായ തലത്തിലേക്ക് ഈ ആശയത്തെ വേണ്ട പോലെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കൊസാംബി അത് കുറെ ചെയ്തിട്ടുണ്ട്. പ്രായോഗികമായി പല സ്ഥലങ്ങളിലും ജലശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ജാതി നിർമൂലനത്തെയും തൊഴിലാളി വർഗ വിമോചനത്തെയും കൂട്ടിയിണക്കാനുള്ള. പക്ഷെ ഇത് രണ്ട് ഘടകങ്ങളുണ്ടല്ലോ. ഒന്ന് അതിൻ്റെ സൈദ്ധാന്തിക തലവും മറ്റൊന്ന് അതിൻ്റെ പ്രായോഗിക നിർവഹണവും. ഇപ്പോൾ കൊസാംബിയിലൊക്കെ അതിൻ്റെ സൈദ്ധാന്തിക തലത്തിന് സൂക്ഷ്മത വന്നിട്ടുണ്ട്, പക്ഷെ അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. മറുഭാഗത്ത് ഈ എന്താ പറയുക, പ്രായോഗികമായ ഐക്യമുണ്ടായ സ്ഥലങ്ങളിൽ ആ പ്രായോഗിക ഐക്യത്തെ ഒരു സിദ്ധാന്തവൽക്കരിച്ച് ഒരു അടിസ്ഥാന ചട്ടക്കൂടാക്കി മാറ്റാനായിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. തെൽറ്റുംഡെ പോലെയുള്ള ചിന്തകർ ഇന്ത്യയിലെ ഒരു മുതലാളിത്ത വിരുദ്ധ സമരത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് ദളിത് മാറാൻ കഴിയുന്ന തരത്തിൽ മാറിയിട്ടുണ്ട്. അതെ അതെ, അദ്ദേഹം അത് എപ്പോഴും പറയുന്നുണ്ടല്ലോ. അത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാഞ്ചായിലായി അങ്ങനെ കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, ഒറ്റതിരിഞ്ഞ അത്തരം ശ്രമങ്ങൾ, അത് ദളിത് ബഹുജൻ വിഭാഗങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം, അങ്ങനെ എന്ത് സാധ്യതയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അല്ല, അതിനകത്തൊരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഭിന്നതകൾക്ക് അപ്പുറത്തേക്ക്, ഞാൻ പറയുന്നത് തിയററ്റിക്കലായ 100% യോജിപ്പിന് ശേഷം നിങ്ങൾക്കൊരു ഐക്യം ഉണ്ടാക്കാൻ പറ്റില്ല. തിയററ്റിക്കലായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഐക്യമുന്നണി എന്നുള്ള തത്വം ദിമിത്രവും മുമ്പോട്ട് വയ്ക്കുന്നത് വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് യോജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ യോജിക്കാവുന്ന ചില ക്രിട്ടിക്കൽ മൊമെന്റ്സ് ഉണ്ട് ചരിത്രത്തിൽ. എല്ലാ മുഹൂർത്തങ്ങളിലും അത് വേണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചില മുഹൂർത്തങ്ങളിൽ അത് വേണ്ടി വരും. ഇന്ത്യ ഇന്ന് നേരിടുന്നത് അത്തരം ഒരു മുഹൂർത്തത്തെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യയിലെ ദളിതുകളെ, മാർക്സിസ്റ്റുകളെ, ജനാധിപത്യവാദികളെ, ലിബറൽ സോഷ്യലിസ്റ്റുകളെ ഒക്കെ ആശങ്കപ്പെടുത്തുന്ന മട്ടിൽ വർഗീയ ഫാഷിസത്തിൻ്റെ തേരോട്ടം ശക്തമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഭാഗങ്ങൾക്കിടയിലുള്ള സൈദ്ധാന്തികമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഫാഷിസ്റ്റ് വിരുദ്ധതയുടെ പോയിന്റിൽ നിങ്ങൾക്ക് യോജിച്ച് നിൽക്കാൻ കഴിയും. അതിന് മറ്റേ ഒരു അംശത്തെ ദുർബലമാക്കേണ്ടതില്ല. പിന്നെ ഉള്ള വ്യത്യാസത്തെ സൈദ്ധാന്തികമായി പെരുപ്പിക്കുന്നതിന് പകരം ഞാൻ ഒരു കാര്യം കൂടി പറയാം. അംബേദ്കറുടെ എവല്യൂഷണറി ആയ ഒരു ജീവിതത്തെ നമ്മൾ അതിലേതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫ്രീസ് ചെയ്യേണ്ടതുണ്ടോ? അതായത് ഉദാഹരണത്തിന് മാർക്സിസ്റ്റുകളുമായിട്ട് അംബേദ്കർ വലിയ തോതിൽ ഏറ്റുമുട്ടിയ ഒരു ഘട്ടത്തെയാണോ, മാർക്സിസ്റ്റുകളുമായിട്ട് അംബേദ്കർ സഹകരിച്ച ELPയുടെ ഘട്ടത്തെയാണോ കാണേണ്ടത്? ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ. അതിലൊരു ഘട്ടം മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കണെന്തിനാ? അദ്ദേഹം ഒരു ഘട്ടത്തിൽ തർക്കം ഉണ്ടായിരുന്നു, ഏറ്റുമുട്ടലുണ്ടായിരുന്നു, മറ്റൊരു ഘട്ടത്തിൽ സഹകരണം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇത് രണ്ടും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിൽ ഒന്നിനെ സമ്പൂർണ്ണമായിട്ട് നമസ്കരിച്ചിട്ട് മറ്റത് മാത്രമാണ് അംബേദ്കർ എന്ന് പറയരുത്. ഞാൻ പറയുന്നത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഉണ്ടാക്കിയതും അംബേദ്കറാണ്, SCF ഉണ്ടാക്കിയത് അംബേദ്കറാണ്, ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ നേതാവായി പ്രവർത്തിച്ച ഒരു അംബേദ്കർ ഉണ്ട്. അത് ഉപേക്ഷിച്ച് അടുത്ത പോയിന്റിലേക്ക് കടന്ന അംബേദ്കർ ഉണ്ട്, ബുദ്ധമതത്തിൽ ചെന്ന അംബേദ്കർ ഉണ്ട്. അപ്പം അംബേദ്കറിൽ ഇങ്ങനെ ചിന്താപരവും പ്രായോഗികവുമായ പരിവർത്തനത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. അതിനെ മുഴുവൻ മറച്ചു വെച്ച് നമ്മൾ ഒരു പോയിന്റിലേക്ക് അദ്ദേഹത്തെ ഫ്രീസ് ചെയ്യരുത്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ തുടക്കം മുതലുള്ള അതിൻ്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ചിന്താപരമായും പ്രായോഗികമായ പരിവർത്തനങ്ങളുണ്ട്. അപ്പം ഈ പരിവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യർക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഈ പരിവർത്തനങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കുന്നതാണ് ശരി. അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ഫ്രീസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള തോന്നൽ.